നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി വേല ചെയ്യും അന്ത്യം വരെ. അല്ലൽ തീർന്നു നിൻ സവിദേവരാകില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നു നിൻ സവിദേവരാകില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. സ്വർഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. പവനാദനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു. പവനാദനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. പവകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയിലും കൃപയിലും വർദ്ധിച്ചു വരുന്നവർ, കർത്താവേ, നിനക്ക് വേണ്ടി വേല ചെയ്യാൻ, നല്ല വേല ചെയ്യാൻ എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ആരെ അയക്കേണ്ടു എന്ന ചോദ്യത്തിന് മുമ്പിൽ മറുപടി ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം ആ ഒരു വിളി കേട്ടിറങ്ങിയാൽ കാര്യങ്ങൾ പിന്നെ സ്മൂത്താണെന്നാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സുവിശേഷ വേല, കർത്താവിൻ്റെ വിളി കേട്ടങ്ങ് ഇറങ്ങിയാൽ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല, സ്മൂത്തല്ല. ഭയങ്കര പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും. ആ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കേട്ടതുപോലെ ദർശനമുണ്ടാകണം. ദർശനമില്ലാത്തവൻ, ചിലർക്കൊക്കെ ആൾക്കൂട്ടം ഉണ്ടെങ്കിൽ വലിയ പ്രസംഗം വരും, ആൾ കുറഞ്ഞ പ്രസംഗം പോയി. ദർശനമില്ലാഞ്ഞിട്ടാണ്. ഒറ്റ ഒരാത്മാവിന് വേണ്ടി, പ്രൈസ് ഗോഡ്, ഇതിൻ്റെ പഴയതിലേക്ക് കൊണ്ടുവരാൻ ഇടയ്ക്ക് മാറ്റുന്നില്ല. ഒറ്റ ഒരു ആത്മാവിന് വേണ്ടി ആ ട്രബിളൊന്ന് കൂട്ടി. മരുഭൂമിയിലേക്കുള്ള, ഗസ്സയിലേക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം. ഓക്കെ, നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പം ഫിലിപ്പോസ് പോയി. എവിടെന്നാ പോയെന്നറിയാമോ? വലിയ ഉണർവ് നടക്കുന്ന ശമരിയ പട്ടണത്തിലെ ശുശ്രൂഷ വിട്ടിട്ട്. ഭൂതങ്ങൾ ഓടി അലറിക്കൊണ്ടോടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഇങ്ങനെയുള്ള ഭയങ്കര മിറക്കിൾസ് നടക്കുന്നിടത്തുനിന്ന് മരുഭൂമിയിൽ കൂടെ പ്രത്യേകം പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ്, നിർജ്ജന പ്രദേശത്തേക്ക് പോവുക, ഗസ്സയിലേക്കുള്ള. അന്ന് വായിച്ച വാക്യം 8-ാം അധ്യായം അല്ലേ? പറഞ്ഞു വായിക്കും. എട്ടാം അധ്യായം അതിന്റെ 26-ാം വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. വ്യക്തമായി പറയുന്നൊരു കാര്യം നോക്കണം. നീ എഴുന്നേറ്റ് ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക. ഇൻഡിക്കേഷൻ കൊടുത്തു. നീ ചെല്ലുമ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ കാണത്തില്ല. ഫിലിപ്പോസ് ഇന്നലെ രാത്രി ക്രൂസൈഡിന് എത്ര പേരുണ്ടായിരുന്നു? കർത്താവേ, 50,000 പേര്. മിനിയാന്ന് എത്ര ഉണ്ടായിരുന്നു? 25,000 പേര്. അതിൻ്റെ 75,000 പേര്. പക്ഷെ ഫിലിപ്പോസേ, 75,000 സുവിശേഷം പറയുവാൻ, 25,000 50,000 സുവിശേഷം പറയുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്നെ ആക്കിയത് സംശയമില്ല. പക്ഷേ നിനക്ക് ഒരാൾക്ക് വേണ്ടി പോകാൻ പറ്റൂ. ഇന്നത്തെ സുവിശേഷകന്മാർ പരാജയപ്പെട്ടിരിക്കുന്നത് അവിടെയാണ്. വലിയ വലിയ ആളുകൾ വിളിക്കുമ്പോൾ തന്നെ ചോദിക്കും, എത്ര ആൾ കൂടും? ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. വ്യക്തമായി പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ
വഴിയിലേക്ക്. ഫിലിപ്പോസിനറിയാം, പ്രൈസ് ഗോഡ്, ആയിരങ്ങളുടെ മധ്യേ എന്നെ ഉപയോഗിച്ച ദൈവത്തിന് നിർജ്ജനമായ വഴിയിൽ എന്നെ ഇന്ന് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ പോയി. ദൈവമക്കളെ, പണക്കാരുടെ വീട്ടിൽ ചെല്ലാനും ബിസിനസ്സുകാരുടെ വീട്ടിൽ ചെല്ലാനും ഉന്നതന്മാരുടെ വീട്ടിൽ ചെല്ലാനും ഒക്കെയുള്ള വ്യഗ്രത പാവപ്പെട്ടൻ്റെ വീട്ടിലോട്ടും കാണും. ഇന്നത്തെ വേറൊരു പ്രശ്നമാണ്. പ്രൈസ് ഗോഡ്. എന്തിന് സുവിശേഷം അറിയിക്കാൻ? ഒരു കല്യാണത്തിന് നോക്കിയാൽ വീരം അറിയാം. ചില കൊച്ചമ്മമാരൊക്കെ എവിടെ കാണത്തുള്ളൂ? വലിയ കാശുള്ളവരുടെ കല്യാണത്തിന് കൊച്ചമ്മമാരെ കാണത്തുള്ളൂ. അപ്പം അച്ചായം പൊക്കോണം. പ്രൈസ് ഗോഡ്. കൊച്ചമ്മ ഇറങ്ങണമെങ്കിൽ മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഉള്ളിടത്തോടെ കൊച്ചമ്മ ഇറങ്ങണം. കൊച്ചമ്മയുടെ സിൽക്ക് സാരിയൊക്കെ അതിനെ ഉള്ളതേ പറ്റത്തുള്ളൂ. വേറെ എടുത്തുകൊടുത്താൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് അത് മാറണം. ഞാൻ പറയുന്നത്, ഉന്നതന്മാരുടെ കാര്യത്തിന് പോയില്ലെങ്കിലും അവിടെ പോകാൻ 100 പേര് കാണും. മേയർ കാണും, MLA കാണും, MP കാണും. അതിൻ്റെ കൂട്ടത്തിൽ നീ ഒരു പൊട്ട, നിന്നെ മൈൻഡ് ചെയ്യാൻ ആരും കാണത്തില്ല. എന്നാലും പോകും. എന്നാൽ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് ചെന്നാലുണ്ടല്ലോ, എന്തൊരു സന്തോഷമായിരിക്കും. ഇന്നലെ രാത്രി ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനൊരു വീട്ടിൽ പോയി. ഇവിടെ ഞാൻ പറയുന്നില്ല. എൻ്റെ പൊന്നെ, അവിടുത്തെ പിള്ളേരുടെ സന്തോഷം കാണും. പിള്ളേർ പറഞ്ഞ പാഷ് ഞങ്ങളുടെ വീട്ടിൽ വരുമെന്ന് ഓർത്തില്ല. നിങ്ങൾ കാല് കുത്തിയാൽ സന്തോഷിക്കുന്ന ചില വീടുകളുണ്ട്. അത് പണക്കാരുടെ വലിയ വീടുകളല്ല, ചില പാവങ്ങളുടെ വീട്. പൊക്കോണം. സുവിശേഷകന്മാർ ഇന്നതിന് പരാജയപ്പെട്ടതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ആയിരങ്ങൾക്ക് സുവിശേഷം കേൾക്കാൻ സാഹചര്യം കിട്ടുന്നില്ല. പ്രൈസ് ഗോഡ്. നമുക്ക് ദൂതുള്ളത്, പ്രൈസ് ഗോഡ്, നിങ്ങൾ പോകുമ്പോൾ മനസ്സിലാക്കിക്കോണം. നമുക്ക് ദൂതുള്ളത് ആരോടാണ്? മനസ്സിലാക്കിക്കോണം. ആൾക്കൂട്ടത്തിനോട് മാത്രമല്ല. തെങ്കാശിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട്. ഹോള്, ഓർഗൻ, പിന്നെ പായ എല്ലാം ഉണ്ട്. ഇതിൻ്റെ 4 വരുന്നൊരു ഇത്രയും വരുന്നൊരു ഹോളാണ്. എല്ലാം ഇട്ടിട്ടുണ്ട്. ഗേറ്റ്മാൻ ഞങ്ങൾ ചെന്നപ്പോൾ വാച്ച്മാനോട് ചോദിച്ചു, ആരും കാണുന്നില്ലല്ലോ. വാച്ച്മാൻ പറഞ്ഞു, എല്ലാം റെഡി സാർ, എല്ലാം ഏർപ്പാട് പണിയുണ്ട്. ഞങ്ങൾ അകത്തോട്ട് കയറി നോക്കിയപ്പോൾ എല്ലാം ഉണ്ട്. 10:30 ചെന്ന് 10:45, 11 12 12:30 ഓർക്കുന്നല്ല സാർ, ഒറ്റ മനുഷ്യനില്ല. ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അവരൊക്കെ വേറെ മീറ്റിങ്ങിന് പോയത്. നിങ്ങൾക്ക് ഹോള് വേണം, ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ, ഗ്രേസി, അലക്സ്, നമ്മുടെ കുമ്പനാട്ടെ ഉപദേശി പ്രേരണ, CPM ഉപദേശം, നിങ്ങളുടെ വീട്ടിൽ വരാറുള്ളൂ. പാസ്റ്റർ, നമ്മുടെ CPM അല്ല, നല്ല ഒരു ബൈബിൾ ക്ലാസ് എടുത്തിരുന്ന പാസ്റ്റർ നിങ്ങളുടെ വീട്ടിൽ. മോഹൻ പാസ്റ്റർ. യെസ്, മോഹൻ പാസ്റ്ററുണ്ട്. പിന്നെ അന്ന് എവിടെ പോയാലും ജെയ്സൺ കൂടെ കാണും. ജെയ്സനുണ്ട്. അന്ന് ഞാനെടുത്ത് പ്രസംഗിച്ച പ്രസംഗം ഏതാണെന്നറിയാമോ? ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അടുത്തത്, ആകാശമേ കേൾക്ക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഭൂമിയെ ചെവി തരിക. മനുഷ്യൻ കേൾക്കാനില്ല. സത്യം ഞാൻ പറഞ്ഞു. ഇവരോട് ചോദിച്ചു, ആ വാക്യമായെടുത്ത് ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഈ വാക്യത്തെ ആധാരമാക്കി 3 മണിക്കൂർ പ്രസംഗിച്ചു. കേൾവിക്കാർ ഈ ഒരു 4 പേരുമാണ്. നമുക്കൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആൾക്കൂട്ടം വരുമ്പോൾ വരുന്ന മെസ്സേജ് അല്ല, നമുക്ക് ദേശത്തോട് ആലോചനയുണ്ട്. അതിന് ഗുണം എന്നറിയാമോ? ഇന്ന് ഒരു നല്ല ഒരു ചർച്ച്, 10,000 പേർക്ക് ബിൽഡിങ്, നല്ലൊരു ആരാധന അവിടെ ഇപ്പോൾ നടക്കുന്നു. നിങ്ങളിപ്പോൾ ഒന്നും കാണത്തില്ല. നിങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ, സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ ഒരാൾ പോലും ചിലപ്പോൾ സുവിശേഷം കേൾക്കാൻ കാണത്തില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ കേൾക്കാൻ ആൾ കാണത്തില്ല. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, അവിടുത്തെ മൺതരികൾ സുവിശേഷം കേട്ടാൽ അത് സംസാരിക്കും, ദേശത്തോട് സംസാരിക്കും, ജനത്തോട് സംസാരിക്കും, അത് വിടുതലായി ഭവിക്കും, വേല നടക്കുകയും ചെയ്യും.
മനസ്സിലായി? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാണ്, എന്തുകൊണ്ട് പുതിയ ഒരു വേല തുടങ്ങാൻ ബുദ്ധിമുട്ട്? നമ്മളവിടെ ഒരു സ്ഥലത്ത് പോയി, ഞാനെന്താ ഇത് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് പല പല സ്ഥലങ്ങളിലും സഭായോഗങ്ങൾ തുടങ്ങണം, സഭകൾ തുടങ്ങണം. സഭ തുടങ്ങാൻ വേണ്ടത് മനുഷ്യരാണ്. മനുഷ്യർ എന്തോരോ ഈ നാട്ടിൽ. ഇനി മനുഷ്യർ വരാൻ എന്ത് ചെയ്യണം? സാധാരണ പെന്തിക്കോസ്ത് സഭയിൽ വന്നു കയറുന്ന ഏത് ടൈപ്പ് ആളുകളായിരിക്കും? പ്രശ്നമുള്ളവർ. നാട്ടിൽ മുഴുവൻ പ്രശ്നം. പിന്നെ എന്നാ പ്രശ്നം നടക്കും. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പാസ്റ്റർ ഒരു ദേവദാസൻ ഒരിക്കൽ പറഞ്ഞു, പ്രൈസ് ലോർഡ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ ഒരു പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ കരഞ്ഞ് കൂവി പ്രാർത്ഥിച്ച് ആരോ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഈ ഇന്ന സ്ഥലത്തൊരു പെന്തിക്കോസ്ത് സഭയുണ്ട്, അവിടെ ചെന്ന് വല്ല പെന്തിക്കോസ്ത് സഭയിൽ ചെന്ന് ആരാധിക്കാൻ നോക്ക്, വിടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് പുള്ളി ഒരു ഞായറാഴ്ച ആരാധിക്കാൻ ചെന്നപ്പം അവിടെയുള്ള എല്ലാവരും കൂടെ വലിയ വായാലെ കരഞ്ഞു പ്രാർത്ഥിക്കുക. പുള്ളി വിചാരിച്ചു എൻ്റെ സങ്കടം മാറാനാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ എല്ലാം കൂടെ കൂട്ടക്കരച്ചില്ല, ഇവിടെ കയറിയ വല്ല കാര്യം നടക്കുന്നു. പുള്ളി പോയില്ലെന്ന് പറഞ്ഞു, തിരിച്ചുപോയി. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ ഫറവോനോട് മോശ പറഞ്ഞതിനറിയാമോ? മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ഉത്സവം കഴിക്കേണ്ടതിന് നിന്റെ ജനത്തെ വിട്ടയക്ക. ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഓരോ ആരാധനയും ഓരോ ഉത്സവമാണ്. ദൈവത്തിന്റെ ഭംഗിയുള്ള ഒരു ഉത്സവമാണ്. ആമേൻ. ഉത്സവത്തിന് കരച്ചിലുണ്ടോ? ഇല്ല. പ്രൈസ് ഗോഡ്. ഞാനതാണ് ഈ ആരാധന എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രശ്നവും കൈകാര്യം ചെയ്യാത്തത്. കരയാനുള്ള സ്ഥലമല്ല ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ ഉമ്മരപ്പടികൾ കുലുങ്ങത്തക്കവണ്ണം ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ആലയം പുക കൊണ്ട് നിറയത്തക്കവണ്ണം പറഞ്ഞതൊക്കെ അതുപോലെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ പുരോഹിതന്മാർക്ക് അകത്ത് കടന്ന് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ശക്കേന ആലയം മുഴുവൻ നിറയ്ക്കുന്നത് പോലെ ദൈവത്തിന്റെ ആരാധനിക്കുന്ന ജനത്തിന്റെ മധ്യേ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയുന്ന അനുഭവമാണ് ആരാധന. ആമേൻ. ഹല്ലേലൂയ. അതിന് നമ്മളെല്ലാം ഇരുന്നങ്ങ് കത്തണം. പ്രൈസ് ഗോഡ്. നമ്മളെല്ലാം കൂടെ കത്താൻ തുടങ്ങിയാൽ കീറാമുട്ടികളും കത്തിക്കോളും, പച്ചമരം വന്നാലും കത്തിക്കോളും. പ്രൈസ് ഗോഡ്. അപ്പം സുവിശേഷ വേലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഹല്ലേലൂയ കീറാമുട്ടികൾ കത്തിക്കുന്നൊരു പാർട്ടികളാണ് ഞങ്ങൾ. ആരുമില്ലെങ്കിലും ദേശത്ത് തീയിടും. കർത്താവിക്ക് ഞാൻ തീയിടാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഏത് തീയാ? ബ്രോഡ്വേ പിടിച്ച തീയല്ല, സുന്ദരവനത്തിൽ കത്തിയ തീയല്ല. പിശാചിന്റെ പ്രവൃത്തികളെ ഭസ്മമാക്കിക്കൊണ്ട് ചുട്ട് കരിച്ചുകൊണ്ട് തനിക്കുള്ള ജനത്തെ വിളിച്ച് വേർതിരിച്ച് സർവശക്തനെ ആരാധിക്കുന്ന ആരാധകന്മാരുടെ കൂട്ടമാക്കി മാറ്റാൻ. പ്രൈസ് ഗോഡ്. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ കുറച്ചും കൂടെ പേഴ്സണലാണ്. ഇതൊക്കെ ജനറലായിട്ടുള്ള കാര്യമാണ്. പേഴ്സണലായിട്ട് ഒരു സുവിശേഷ വേലക്കാരന് ചെയ്യാവുന്ന ഏറ്റവും ശക്തമായ വേല ക്രൂസൈഡല്ല, കൺവെൻഷനല്ല, ക്യാമ്പിൽ പ്രസംഗമല്ല, കോൺഫറൻസിൽ പ്രസംഗമല്ല, പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ സുവിശേഷ വേലയാണ് ഏറ്റവും ശക്തമായ സുവിശേഷ വേല. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തി ഇന്ന് മാനസാന്തരപ്പെടുമെന്ന് വിചാരിക്കുക. ഇന്ന് തീയതി എത്ര? 13. ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടാൽ ഈ മാസം ഇനി എത്ര ബാക്കിയുണ്ട്? 17 ദിവസം അല്ലേ? 18 ദിവസം. സെപ്റ്റംബർ മാസം 17-ാം തീയതി ആകുമ്പോഴേക്കും, സെപ്റ്റംബർ മാസം 22-ാം തീയതി ആകുമ്പോഴേക്കും ഈ ലോകം മുഴുവനും മാനസാന്തരപ്പെടുത്താൻ ഒരു ഫോർമുല ഫോളോ ചെയ്ത് നടക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് രക്ഷിക്കപ്പെടുന്ന ഒരാളോട് സുവിശേഷം പറഞ്ഞ് നേടിയാൽ 2 പേരെ, ആ 2 പേരും നാളെ 2 പേരെ നേടിയാൽ 4 ആയി. ആ 4 പേര് മറ്റന്നാൾ 3-ാം ദിവസം 2 പേരെ നേടിയാൽ പ്രൈസ് ഗോഡ് എത്രയായി? 8 ആയി. 35-ാം ദിവസം ഇതുപോലെ പോയാൽ 35-ാം ദിവസം പ്രൈസ് ഗോഡ് 1750 കോടി ആളുകളെ നേടിയിട്ടുണ്ട്. 35-ാം ദിവസം. കൂട്ടിയോ? നിങ്ങൾ വീട്ടിൽ പോയി കൂട്ടി വയ്ക്കാം, ഗുണിച്ചു വയ്ക്കാം.
35 ദിവസമാകുമ്പോഴേക്കും അന്ന് 1750 കോടി ആളുകൾ, ഇവിടെ 1000 കോടി ഉള്ളൂ. ഈ ഭൂമിയെ മുഴുവനും 2 പ്രാവശ്യം സുവിശേഷീകരിക്കാനുള്ള സമയം 35 ദിവസം മതി. ഞാനും നിങ്ങളും ഒരാളെ നേടിയാൽ മതി. ഇന്ത്യ നേടുന്ന കാര്യത്തെക്കുറിച്ചൊന്നും വലിയ വർത്താനൊന്നും പറയണ്ട, വേൾഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനി നിങ്ങൾ പുറകോട്ട് കൂട്ടി 35 1750 ആണെങ്കിൽ അതിന്റെ 2 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടും? 1750 പകുതി 875. പ്രൈസ് ഗോഡ്. 34-ാം ദിവസം 875 കോടി. 33-ാം ദിവസം പ്രൈസ് ഗോഡ്, അല്ല 35-ാം ദിവസം 34-ാം ദിവസം 875 കോടി. ഇന്ത്യയിൽ 800 കോടിയേ ഉള്ളൂ. 100 കോടിയല്ല ഇന്ത്യയിൽ, 100 കോടിയല്ല ഇന്ത്യയിൽ. അപ്പം 34-ാം ദിവസം 875, 33-ാം ദിവസം 437.5. പ്രൈസ് ഗോഡ്. 32-ാം ദിവസം 218.75. 31-ാം ദിവസം 109 സംതിങ്, 109. 31-ാം ദിവസം ഇന്ത്യ മുഴുവൻ സുവിശേഷിച്ച് കഴിഞ്ഞു. 31 ദിവസം മതി ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കാൻ. പക്ഷെ കുഴപ്പമെന്നറിയാമോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ, നനച്ചാ പുലിയെ പിടിച്ചിടുവേ, ആന ഉശിര് പോനാലും നനക്ക മാട്ടേ. ഇതാണ് നമ്മുടെ പ്രശ്നം. നനച്ചാ പുലിയെ പിടിക്കും, വിചാരിച്ചാൽ പിടിക്കും. പക്ഷെ ജീവൻ പോയാലും എന്ത് ചെയ്യത്തില്ല, പിടിക്കത്തില്ല. അതിന് മാറ്റം വരണം. ഹല്ലേലൂയ. നിങ്ങൾ പോയി വിശ്വാസികളെ ഉണ്ടാക്കാനല്ല, ആരെ ഉണ്ടാക്കാനാ പറഞ്ഞത്? ശിഷ്യന്മാരെ. നമ്മളൊരാളെ നേടിയാൽ അവൻ വേറൊരാളെ നേടുന്നവനാകണം. അത് വേണ്ട, പോട്ടെ, നമ്മളങ്ങ് നേടാം. ഓരോരുത്തരും ഒരാഴ്ച കൊണ്ട് ഒരാളെ. ഈ ഞായറാഴ്ച സഭായം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത ഞായറാഴ്ച ഞാൻ ഒരാളെങ്കിലും പിടിച്ചോണ്ട് വരുമെന്ന് ഞാൻ പണ്ട് പറയാറുണ്ട്. ഞായറാഴ്ച ഇവിടുന്ന് സഭയിൽ നിന്ന് പോയിട്ട് ഒരാളെ കണ്ടുപിടിച്ച് തിങ്കളാഴ്ച അവന് വൈകുന്നേരം 4 മണി കഴിഞ്ഞാൽ അവനെ വിളിച്ചുകൊണ്ട് പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുക്കുക. ചൊവ്വാഴ്ചയും അവനൊരു പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുക്കുക. ബുധനാഴ്ചയും പൊറോട്ട മേടിച്ചു കൊടുക്കുക. വ്യാഴം വെള്ളി ശനിയാഴ്ച വൈകുന്നേരം ഒരു ബിരിയാണി മേടിച്ചു കൊടുക്കുക. ഞാൻ തീർത്ത് പറയാം, പിറ്റേ ദിവസം കഞ്ഞി കുടിക്കാൻ അവനിവിടെ കാണും. ഏറ്റവും കുറഞ്ഞ അങ്ങനെയെങ്കിലും കൊണ്ടുവന്നൂടെ? എങ്ങനെ വല്ല വിധേനയും ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ ഞാനോ ഈ ഉപവാസം കഴിയുമ്പോൾ തീരുമാനിക്കുന്ന ചിന്തിക്കുന്നവർക്ക് ഒരു സ്തോത്രം പറഞ്ഞാട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തൊരു നാക്ക, 1000 നാക്കാ ചിലർക്ക് ഓരോരോ കാര്യം പറയുമ്പോൾ. അതിൻ്റെ 1/2 നാക്ക് മതി സുവിശേഷം പറയാൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇനി ഈ സുവിശേഷം പറയാനായിട്ട് ഉപയോഗിക്കേണ്ട ഏറ്റവും ശക്തമായ അവയവം ഏതാ? നാക്ക്. യേശുവിനെ ഏറ്റുപറഞ്ഞ നാക്കുകൊണ്ട് യേശുവിന് വേണ്ടി സംസാരിച്ചാൽ ചിലത് നടക്കും. യേശുവിനെ ഏറ്റുപറഞ്ഞ നാക്കുകൊണ്ട് യേശുവിനെ കുറിച്ച് സംസാരിച്ചാൽ നടക്കും. പക്ഷെ കുഴപ്പമെന്നറിയാം, പണ്ട് യാക്കോബ് അപ്പോസ്തലനൊരു സംശയം വന്നു. അതാണ് ഇപ്പോഴത്തെ സംശയം. ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ എനിക്ക് ബറോഡയിൽ നിന്നൊരു ഫോൺ വന്നു. ഒരു സ്ത്രീയാ എന്നോട് പറയുക, സാറേ ഒരു വിഷയത്തിൻ്റെ പ്രാർത്ഥന. എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ പറഞ്ഞു, അത് ശരി, ദേഷ്യം വന്നാൽ മാനിഫെസ്റ്റേഷൻ വല്ലതുമുണ്ടോ? വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. അത് ശരി. അടുത്ത ഞാൻ ചോദിച്ചു, ഇത് വീട്ടിൽ മാത്രമേ ഉള്ളോ? അതെ, വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, ഭർത്താവിനോട് മാത്രമേ ഉള്ളോ? ശരിയാന്ന് പറഞ്ഞു. എന്നാലോചിച്ചു നോക്കി, ഈ പാർട്ടി സുവിശേഷം പറഞ്ഞാൽ വല്ലയിടത്ത് കേൾക്കൂ. ചിലർ പുറത്ത് സംസാരിക്കുന്ന എന്ത് നല്ല ലാംഗ്വേജ് എന്നറിയാമോ? സ്വീറ്റ്, എ സ്വീറ്റ് ലേഡി വിത്ത് സ്വീറ്റ് ലാംഗ്വേജ്. പക്ഷെ വീട്ടിൽ കട്ട് കാഞ്ഞിരമാണ്. വായിന്ന് വരുന്ന ഓരോ വാക്ക് കല്ല് വെച്ച് അങ്ങ് തൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് ഹാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അറ്റാക്ക് വന്നേനെ. തിരിച്ചും സൂപ്പർ ഹോളി പൗലോസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിശുദ്ധനാ. പക്ഷെ ഭാര്യയോടൊക്കെ പറയുന്ന കേട്ട, മക്കളോട് പറയുന്ന കേട്ട, ലോകത്തുള്ള സകല നാൽക്കാലിയുടെയും പേരിട്ട മക്കളെ വിളിക്കുന്നത്. ശരിയാവത്തില്ല. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം. നമ്മുടെ നാവ് സൂക്ഷിക്കണം.
സംസാര ഭാഷ സൂക്ഷിക്കണം. നമുക്ക് അരുതാത്തത് നമ്മുടെ നാവിൽ നിന്ന് വരരുത്. അതിന് ഏറ്റവും പ്രശ്നം നോക്കണമെന്ന് അറിയാമോ? ദേഷ്യം വരുമ്പോൾ കൺട്രോൾ പോകും. പിന്നെ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറയരുത്. ദേഷ്യം വരുമ്പം പണ്ട് ബെർണാഡ് ഷായുടെ അടുക്കലാന്ന് തോന്നുന്നു, ആരോ ചെന്ന് ചോദിച്ചു, എനിക്ക് ഭയങ്കര ദേഷ്യം, അത് മാറാനായിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ചെറിയ ദേഷ്യമാണെങ്കിൽ ദേഷ്യം അങ്ങോട്ട് വരുമ്പോൾ 1 തൊട്ട് 10 വരെ എണ്ണാൻ പറഞ്ഞു. വലിയ ദേഷ്യമാണെങ്കിൽ 100 വരെ എണ്ണമെന്ന് പറഞ്ഞു. പിന്നെ കടുത്ത ദേഷ്യമാണെങ്കിൽ 1000 വരെ എണ്ണിക്കൊള്ളാൻ പറഞ്ഞു. വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ചിലരൊക്കെ ഒന്ന് എണ്ണ, 1, 10, 100, 1000, ചിലർക്ക് 1,00,000 എണ്ണിയാലും ശരിയാകത്തില്ലായിരിക്കും. പക്ഷേ പിന്നല്ലെങ്കിൽ നാളെ ശരിയാകും. പ്രൈസ്. അപ്പോൾ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഈ കാര്യത്തിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ തരാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് തരുന്നതിന് മുമ്പ് ഈ നല്ല കല്ല് വെച്ച് വർത്താനം പറയുന്നവരുടെ വിചാരം എന്നറിയാമോ? ഇത് ക്രെഡിറ്റാന്നാ. എന്നാൽ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ നല്ല 2 വർത്താനോട് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും നല്ലതെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു. ക്രെഡിറ്റ് അല്ല. നീ എപ്പോ നിന്റെ വാക്കുകളെ സൂക്ഷിക്കാൻ കഴിയാതെ പോയോ അപ്പോൾ നിന്റെ പരാജയം ആരംഭിക്കുകയാണ്. ഫെയിലിംഗ്. പ്രൈസ് ഗോഡ്. കൺട്രോൾ വിട്ട് സംസാരിക്കുന്നവൻ്റെ പരാജയം അവിടെ ആരംഭിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിന് പോകുന്നവർക്ക് ഈ ചിലർക്ക് ഇന്ന് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാമോ? പറ്റത്തില്ല. എടാ നിന്നോടാ ചോദിച്ചേ. ഇനി അടുത്ത എന്നറിയാമോ? ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ ആരാന്ന്. പ്രൈസ് ഗോഡ്. ജെയ്സിൻ്റെ അടുക്കത്തെ ഒരു സുവിശേഷകനുണ്ട്, നമ്മുടെ വടുതല ജെയ്സിൻ്റെ അടുക്കൽ. ആളെ ഞാൻ പറയത്തില്ല. ഇവിടെയൊക്കെ ബ്രോഡ്വേയിൽ ഒരു കടയിൽ ചെന്ന് പറഞ്ഞു, കുറച്ച് പൈസ ചോദിച്ചു, കൊടുത്തില്ല. മനസ്സിലാക്കണം, ഞാൻ ആരാന്ന് മനസ്സിലാക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ കട ഭസ്മമായി പോകുന്നു പറഞ്ഞു. ചിലരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയാ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഭസ്മമാകും. ദൈവമക്കളെ ഒരു ചുക്ക് സംഭവിക്കത്തില്ല. ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥിച്ച ഒരു ചുക്ക് സംഭവിക്കത്തില്ല. നമ്മൾ സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കാൻ പഠിക്കണം. പറയേണ്ടടുത്ത് പറയേണ്ടത് സംസാരിക്കാൻ പഠിക്കണം. ഇനി ശരിയായ കാര്യമാണ് പറയുന്നതെങ്കിലും പോലും സ്ഥലവും സാഹചര്യവും നോക്കി പറയണം, അല്ലെങ്കിൽ പറ്റുകയില്ല. അതിൻ്റെ ഒരു തെളിവ് വേദപുസ്തകത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഈ ഒരു ടോപ്പിക്ക് വിടാൻ ഞാൻ ആഗ്രഹിക്കും. ടോപ്പിക്ക് എന്താണെന്നറിയാമോ? വേലയ്ക്ക് പോകാൻ തീരുമാനിച്ച ആളുകൾ എന്ത്, എങ്ങനെ, എപ്പോൾ, എവിടെ സംസാരിക്കണം. നിങ്ങളിത് ചെറിയ കാര്യമൊന്നും വിചാരിക്കല്ലേ. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥന എന്നാണെന്നറിയാമോ? ഞാൻ വായ തുറക്കുമ്പോൾ വേണം സംസാരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലരുടെയൊക്കെ വായ അങ്ങോട്ട് തുറന്ന എൻ്റെ ദൈവമേ. പൗലോസ് പറഞ്ഞു ശരിയാണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമെങ്കിലും അത് ജീവചക്രത്തിന് തീ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പൗലോസിന് അങ്ങനെ പ്രാർത്ഥിക്കാമെങ്കിൽ ആ പൗലോസാണ് എഴുതിയത്, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതും ആയിരിക്കട്ടെ. ഇത് മറ്റൊരെ പഠിപ്പിച്ച പൗലോസ് പറയുകയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. അപ്പം ഈ സെഷൻ കഴിയുമ്പം ചിലർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന് എന്നെ സഹായിക്കണമേ. ഇന്ന് ഇടി കിട്ടുന്ന ഭാര്യമാരിൽ 99.9% നാക്ക് നന്നായിരുന്നെങ്കിൽ ഇടി കിട്ടത്തില്ലായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ പറഞ്ഞു. മിണ്ടാതെ അങ്ങ് ഇരുന്നാൽ തല്ലി കിട്ടത്തില്ലായിരുന്നു. പറഞ്ഞ് സഖി കെട്ടുമ്പോഴാണ് കൈ വീശി ഒന്ന് കൊടുക്കുന്നത്. മനസ്സിലായോ? സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയാനുള്ളത് പറയാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം? എൻ്റെ ദാസനെ പോലെ ചെകിടനാര് ചിലതൊക്കെ കേട്ടില്ലെന്ന് നടിക്കണം. എൻ്റെ ദാസനെ പോലെ കുരുടനാര് ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കണം. എൻ്റെ ദാസനെ പോലെ ഊമനാര് ചിലതൊക്കെ മിണ്ടാതിരുന്നോണം. എന്തിനാണെന്നറിയാമോ? കുടുംബ സമാധാനമുണ്ടാകാൻ, സഭയിൽ സന്തോഷമുണ്ടാകാൻ, നീ ഒരനുഗ്രഹമായി തീരാൻ. പ്രൈസ് ഗോഡ്. വളരെ ശ്രദ്ധിക്കണം.
ഇന്ന് ലോകത്ത് നടക്കുന്ന വഴക്കുകളുടെ 99.9 എന്നല്ല 100% എന്ന് പറയാം. അത് ആരംഭിക്കുന്നത് വാക്കിൽ നിന്നാണ്. അത് പ്രൈസ് ഗോഡ് കത്തി കയറുന്നത് വാക്കിൽ നിന്നാണ്. ഒടുക്കം കൊലപാതകത്തിൽ അവസാനിക്കുന്നതും സംസാരം കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അല്ല 2-ാം അധ്യായം. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഇയ്യോബ് വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു കേട്ടപ്പോൾ, വലിയ വേദനയിൽ കൂടെ കടന്നു പോകുന്നു കേട്ടപ്പോൾ, വലിയ രോഗത്തിൽ കൂടെ കടന്നു പോകുന്നു കേട്ടപ്പോൾ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന 3 പേര് പ്രൈസ് ഗോഡ്, എലിഫാസ്, ബിൽ തുടങ്ങിയ പ്രൈസ് ഗോഡ് ഹല്യം ഓരോരുത്തരുടെ പേര് കാണാം. ജോഷി ഇതിൻ്റെ ഇതൊന്നും മാറ്റാൻ പറ്റില്ലായിരുന്നു. ജോഷി പോയോ? പറ്റുന്നില്ല. അല്ലെന്നെ ബ്ലാക്ക് മഞ്ഞ തന്നെ വേറെ ആഡ് ചെയ്ത് പറ്റുന്നില്ല. സ്ലൈഡിൽ നോക്കാം. സ്ലൈഡ് ഉണ്ടാക്കിയിട്ട് സ്ലൈഡിൻ്റെ ഫില്ലിങ് മറ്റേത് കൊടുത്തിട്ട് വൈറ്റ് ലെറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ആ കണക്ടർ മാത്രമായിട്ട് മാറാൻ പറ്റുമോ? ഇല്ല അല്ലേ? നിങ്ങൾ ഈ പിള്ളേർ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ ഇത് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. അനന്തരം തെമാന്യനായ വായിച്ചേ 11-ാം വാക്യം. അനന്തരം തേമാന്യനായ ഏലിഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. പ്രൈസ് ഗോഡ്. ഈ 3 പേര് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എലിഫാസ്, ബിൽദാദ്, സോഫർ എന്നിങ്ങനെ ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാർ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചെന്ന് കേട്ടപ്പോൾ താന്താൻ്റെ സ്ഥലത്തുനിന്ന് പുറപ്പെട്ട് അവനോട് സഹതിപ്പാനും ആശ്വസിപ്പാനും പറഞ്ഞൊത്ത് പുറപ്പെട്ടു. ഇവനോട് പെട്ടി ചോന്നൊരു ഒരുത്തനും കൊണ്ടുണ്ടായിരുന്നു. ആ പുള്ളിയെ പിന്നീട് കാണാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എലിഫാസ്, ബിൽദാദ്, പ്രൈസ് ഗോഡ്, സോഫർ ഇവർ പറഞ്ഞ് ഒക്കുക മാത്രമല്ല പോവുകയും ചെയ്തു. നമ്മളെ പോലെയൊന്നുമല്ല. നമ്മളൊക്കെ ചിലരൊക്കെ പോകാമെന്നൊക്കെ പറയും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ലടി നമുക്ക് ഒന്നിച്ചൊന്ന് പോണോടി എന്നൊക്കെ പറയും. പക്ഷെ പറഞ്ഞ ആളെ കാണത്തില്ല. മറ്റേ പാർട്ടി പോയെന്നിരിക്കും. അതിന് അങ്ങനെയല്ലായിരുന്നു. ഇവർ പറഞ്ഞ ഒത്ത് വായിച്ചോ. അവർ അകലെ വെച്ച് നോക്കിയാറേ അവനെ തിരിച്ചറിഞ്ഞില്ല. അകലെ വെച്ച് നോക്കിയാർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി. അവന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ 7 രാപകൽ അവനോടുകൂടെ നിലത്തിരുന്നു. ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഇപ്പൊ കാണുമോ? നിങ്ങൾക്കുണ്ടോ? നിങ്ങളൊരു കഷ്ടത്തിലായപ്പോൾ നിങ്ങളുടെ അടുക്ക വന്നിട്ട് നിങ്ങളുടെ വേദന അതികഷ്ടമെന്ന് കണ്ടിട്ട് നിങ്ങളുടെ കൂടെ നിലത്ത് 7 രാപ്പകലിരിക്കുന്ന ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ? ഇയ്യോബിൻ്റെ ഫ്രണ്ട്സ് അത്രയ്ക്ക് തിക് ഫ്രണ്ട്സ് ആയിരുന്നു. മാത്രമല്ല പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർക്ക് ഇയ്യോബിനോട് സഹതപിക്കാൻ പോയവർക്ക്, ഇയ്യോബിനെ ആശ്വസിപ്പിക്കാൻ പോയവർക്ക് ഇയ്യോബിൻ്റെ കഷ്ടതയുടെ ആഴം കണ്ടപ്പോൾ, അതിൻ്റെ ഭീകരത കണ്ടപ്പോൾ ഒരു വാക്ക് പറയാനില്ല. അത്രമാത്രം ദാരുണമായ ഒരനുഭവത്തിലായിരുന്നു ഇയ്യോബ്. പ്രൈസ് ഗോഡ്. ഇത് കഴിഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങി, ആശ്വസിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ആശ്വാസം എവിടെ കൊണ്ട് എത്തിച്ചെന്നറിയാമോ? 16-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് കേട്ടെ. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ദൈവമക്കളെ, ആശ്വസിപ്പിച്ചില്ലേലും വേണ്ടുകയില്ല, വ്യസനിപ്പിക്കരുത്. ആശ്വസിപ്പിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, നമ്മൾ വ്യസനിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇവർ ഓരോരുത്തരും ചെന്ന് വളരെ 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 ആശ്വസിപ്പിച്ചു. പ്രൈസ് ഗോഡ്. 3-ാം വാക്യം.
4-ാം അധ്യായം 3-ാം വാക്യം. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. യോബേ, നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ നീ ശക്തീകരിച്ചു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. കുഴയുന്ന മുഴങ്കാലുകളെ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട്. ഇപ്പോൾ നിനക്ക് ഇത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. നീ വിഷാദിക്കുന്നു. കണ്ടോ, വല്ലോനും വന്നപ്പം നീ വലിയ വർത്താനമൊക്കെ പറഞ്ഞു. ഇപ്പം നിനക്ക് പറ്റിയപ്പോഴോ ആശ്വാസമാക്കാം. ദൈവമക്കളെ, ഇത് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൽ കഷ്ടം വരുന്നത് വരെ കൂട്ടുകാർ ഒത്തിരി കാണും. കഷ്ടം വരുമ്പോൾ യഥാർത്ഥ കൂട്ടുകാർ കാണും. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കഷ്ടത്തിന് വേണ്ടി അവസാനം വരെ കൂടെ നിൽക്കുമെന്ന്, ആമേൻ, ആഗ്രഹമുള്ളവർ, ചിന്തിക്കുന്നവർ, നിന്നിട്ടുള്ളവർ, നിൽക്കാൻ ആഗ്രഹമുള്ളവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? കൊച്ചു കുഞ്ഞു ഉപദേശി വാടക കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വഴിയിൽ പെട്ടിയും എടുത്ത് നിൽക്കുമ്പോൾ പരിചയമുള്ളവർ മുഴുവൻ കടന്നു പോവുകയാണ്. ഒറ്റയാൾ തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്നറിയാമോ? തിരിഞ്ഞു നോക്കിയ ഉപദേശി, ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിൽ കിടന്നോ എന്ന് പറയേണ്ടി വരും. പ്രൈസ് ഗോഡ്. അവർ നോക്കി. അങ്ങനെ പോകുന്ന സമയത്ത് കൊച്ചുഞ്ഞൊരു ഒരു പാട്ട് പാടി. അതിൻ്റെ തുടക്കം എന്തോ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ആരുമില്ലാത്ത സമയം വരുമ്പോൾ അടുത്ത് വരുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ സ്നേഹിതർ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒത്തിരി പേര് കാണും. കരയുമ്പോൾ കൂടെ കരയാൻ എത്ര പേര് കാണും. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ജീവൻ പോണ്ടി വന്നാലും കൂട്ടുകാരനെ തള്ളിപ്പറയത്തില്ല. നന്മയായാലും തിന്മയായാലും, സമ്പത്തുള്ളപ്പോഴും ദാരിദ്ര്യമായാലും, രോഗമുള്ളപ്പോഴും ആരോഗ്യമായാലും, പ്രൈസ് ഗോഡ്, ഒരിക്കൽ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജീവൻ പോയാലും തിരിച്ച് കൈ വലിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഒത്തിരി നഷ്ടം വരും കേട്ടോ. ഈ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ്. ഒരു കണക്കിന് പറഞ്ഞാൽ ദ മോസ്റ്റ് എക്സ്പെൻസീവ് തിങ് ഇൻ ദ വേൾഡ് ഈസ് ടു കീപ്പ് അപ്പ് റിലേഷൻഷിപ്സ്. ഭയങ്കര ചിലവുള്ള കാര്യമാണ്. മനസ്സിലായോ? ചിലപ്പോൾ ഉറങ്ങാൻ പറ്റുകയില്ല, ചിലപ്പോൾ അനേകം മൈൽ ഓടേണ്ടി വരും, ചിലപ്പം അനേകം രൂപ മുടക്കേണ്ടി വരും, ചിലപ്പോൾ ചില ദിവസങ്ങൾ സ്വന്തം കാര്യം വിട്ട് നടക്കേണ്ടി വരും. പക്ഷെ അന്നേരവും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പല പല സന്തോഷവേളകളിൽ യാത്ര ചെയ്തവരാണ്, പല പല സന്തോഷ അനുഭവങ്ങൾ പങ്കിട്ടവരാണ്, പല പല സന്തോഷമുള്ള അനുഭവങ്ങൾ ഒന്നിച്ച് അനുഭവിച്ചവരാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ദുഃഖവേളയിലും ഞാൻ കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കുന്നവരാണ് ക്രിസ്തുവേശുവിൻ്റെ ഭാവമുള്ളവർ. കർത്താവ് അങ്ങനെ ചെയ്ത് നമുക്ക് ആ ഭാവം ഉണ്ടാകണം. അന്നേരം ദൈവത്തിന് സ്തോത്രം. വള്ളം മുങ്ങുമെന്ന് കണ്ടാൽ നീന്തലറിയാവുന്നവൻ ചാടി ആമേൻ മറ്റവരെ വെള്ളത്തിലോട്ട് വിട്ട് ചാടി പോകരുത്. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെങ്കിൽ കരം നീട്ടിക്കോണം. പ്രൈസ് ഗോഡ്. യോബിൻ്റെ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ പോയവരാണ്. പക്ഷെ യോബ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അതിൻ്റെ കാരണം
ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിച്ചത് ഇപ്പൊ വായിച്ചത് 4-ാം അധ്യായം 3-ാം വാക്യം മുതൽ. മൈക്ക് ഓൺ ചെയ്യും. നീ പലരെയും ഉപദേശിച്ചു, തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു. ഇനി പറയുന്നതെല്ലാം നല്ല കല്ലുവെച്ച വാക്കുകൾ. അടുത്ത വായിച്ച്. നിനക്കിത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു. അടുത്തത്. നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? നീ വലിയ പ്രാർത്ഥനക്കാരനല്ലേ, ഭക്തനല്ലേ? ഇത് തന്നെ യേശുവിനോടും പറഞ്ഞത്. നീ അനേകരെ രക്ഷിച്ചു, ഇപ്പൊ നീ കുരിശെന്ന് ഇറങ്ങി വന്ന് ബാക്കിയുള്ളവരെ രക്ഷിക്ക്. നിങ്ങൾ കേൾക്കേണ്ടി വരും കേട്ടോ ദൈവമക്കളെ. നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഹൃദയം മുറിപ്പെടുത്തത്തക്കവണ്ണം നല്ല ഭാഷയിൽ സംസാരിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഇതുപോലെയുള്ള പരീക്ഷ സഹിച്ചത് ആണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് കർത്താവേ, എനിക്ക് നിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവളാകുവാൻ ഒരവസരം ലഭിച്ചതിനായി 1000 സ്തോത്രം പറഞ്ഞോണം. മനസ്സിലായോ? കഷ്ടങ്ങൾ, ഇതുപോലത്തെ കഷ്ടം ഏറ്റ കർത്താവാണ്. നമ്മളെ ഏറ്റ പോലെ കഷ്ടങ്ങൾ ഏറ്റ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വായിച്ച്. നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലയോ? ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ. ഇതെല്ലാം പറയുന്നത് ഒരു ഡബിൾ മീനിങ്ങിലാണ്. അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പഠിച്ചു നോക്കിയാൽ അറിയാം. ഇയ്യോബിന്റെ മേലില്ലാത്ത കുറ്റം മുഴുവൻ കെട്ടിച്ചമച്ചു. പ്രൈസ് ഗോഡ്. ഈ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ പലരും പ്രൈസ് ഗോഡ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ അപകടത്തിലെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനില്ലാത്ത കുറ്റവുമില്ല, കുറവുമില്ല. ഒരു പ്രശ്നം ഒരുത്തിന് വന്നു കഴിഞ്ഞാൽ അവനില്ലാത്ത കുറ്റവുമില്ല, കുറവ്. ചുമ്മാതല്ല, ഉടനെ അതിൻ്റെ റീസൺസ് അനലൈസ് ചെയ്ത് ജഡ്ജ്മെന്റ് ഇറക്കാൻ നമുക്ക് മടിയില്ല. പ്രൈസ് ഗോഡ്. ഇനി ഇങ്ങനത്തെ വാക്കുകൾ വന്നപ്പോഴാണ് ഇയ്യോബ് പറയുന്നത്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നമ്മൾ വ്യസനിപ്പിക്കുകയൊന്നുമില്ല. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ മോഹുര വന്നിട്ടുള്ളൂ. പറയുക, ഇന്നാളിതുപോലൊരു മോഹുര എടുത്തിന് വന്നു, പിന്നീടാ മനസ്സിലായത് ക്യാൻസറാണ്, തട്ടിപ്പോയി. തലവേദന, ഭയങ്കര തലവേദന, 3-4 ദിവസമായിട്ട് തലവേദന, സൂക്ഷിക്കണേ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരാൾ 3 പ്രാവശ്യം പറഞ്ഞുള്ളൂ, 4ാമത് പറഞ്ഞില്ല, എത്തുപോയി. ഇങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സഹോദരാ, പ്രൈസ് ഗോഡ്, ഒന്നും പേടിക്കണ്ട. എനിക്ക് ഇന്നാരെ അറിയാം. ഇതിനേക്കാൾ വലിയ പ്രതികൂലത്തിൻ്റെ മധ്യേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവം പിടിപ്പിച്ചത് എനിക്കറിയാം. ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് തന്നിരിക്കുന്ന അനുഭവങ്ങൾ എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. നമുക്ക് അനുഭവം തന്നിരിക്കുന്നത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ്. നീ ഒരു കാലത്ത് കടഭാരത്താൽ കഷ്ടപ്പെട്ട് വേദനിച്ച് തകർന്ന അനുഭവത്തിൽ നിന്നപ്പോൾ കർത്താവ് നിന്റെ കടഭാരങ്ങളെ മാറ്റിയെങ്കിൽ നിനക്ക് മറ്റുള്ളവരോട് പറയാം, സഹോദര, കടഭാരമുള്ളവനോട് പറയാം, കടഭാരമുള്ളവനോട് ചെന്ന് പറയാം, സഹോദര, സാമ്പത്തികമായി തകർന്നിരിക്കുന്നു വിചാരിക്കല്ലേ, ഞാൻ ഇതിനേക്കാൾ തകർച്ചയിൽ കൂടെ കടന്നുപോയ അവസരമുണ്ട്. എന്നാൽ എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവനായിരിക്കുന്നു. കടം മേടിക്കാനല്ല, കടം കൊടുക്കാനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി എന്ന് പറയാം. നമുക്ക് മനസ്സിലായോ? രോഗികൾ അതുപോലെ തന്നെ. ഇതിനേക്കാൾ രോഗം വന്ന് തകർന്ന അനുഭവം വരുമ്പോൾ വേറൊരു രോഗിയെ ചെന്നിട്ട് കണ്ടു പറയണം, ഞാൻ ഇതിനേക്കാൾ വലിയ രോഗത്തിൽ കൂടെ കടന്നുപോയി, ഇന്ന ആസ്പത്രിയിൽ പോയി, ഇന്ന ഡോക്ടർമാരെ കണ്ടു, ഇന്നിന്ന മരുന്നുകൾ ചെയ്തു, ഇന്നിന്ന ചികിത്സകൾ ചെയ്തു, പക്ഷെ ഒന്നും ഫലിച്ചില്ല. ഒടുവിൽ എൻ്റെ പ്രാണപ്രിയനായ പരമവൈദ്യനായ നല്ല യേശുവിനെ ഞാൻ കണ്ടുമുട്ടി. എൻ്റെ രോഗം സൗഖ്യമായി. ആ യേശു നിന്നെയും സൗഖ്യമാക്കും. പറഞ്ഞു നോക്ക്, നിനക്ക് അനുഗ്രഹം, കേൾക്കുന്നവൻ അനുഗ്രഹം, എല്ലാവർക്കും നിന്നെ കൊണ്ട് അനുഗ്രഹം. പ്രൈസ് ഗോഡ്. അപ്പം നമ്മളുടെ അനുഭവങ്ങൾ വരുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ വർത്തമാനങ്ങൾ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി വേറെ ചിലരുണ്ട് പ്രൈസ് ഗോഡ്, ഭയങ്കര സുവിശേഷമൊക്കെ പറയും, പക്ഷെ മുഖത്തൊരു സന്തോഷം കാണണമല്ലോ. ഫേഷ്യൽ എക്സ്പ്രഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മുഖത്ത് നോക്കിയ ഒരു സന്തോഷം വേണം. ഇനി വല്ല പ്ലാസ്റ്റിക് സർജറി നടത്തിയാലും വേണ്ടുകയില്ല, ഒരു ചിരിക്കുന്നൊരു മുഖം ഉണ്ടാക്കുക. ചിലർ ചിരിക്കാൻ പറ്റും, റേഷനാ. 15 കാര്യം പറയുമ്പോൾ ഒന്നും
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കുന്ന വിധങ്ങളെ ഓർത്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ, സന്തോഷത്തോടെ എപ്പോഴും സന്തോഷിപ്പീൻ, 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 എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്നതിന് എനിക്ക് മടുപ്പില്ല. വെറുതെ സന്തോഷിക്കുകയല്ല, കർത്താവിൽ സന്തോഷിപ്പീൻ. ആ ഗെയിൻ എന്ന് കൂട്ടിച്ച്, ഗെയിൻ മാത്രം. പ്രൈസ് ഗോഡ്. കർത്താവിൽ സന്തോഷിപ്പീൻ. നമ്മളെ കാണുന്ന ആളുകൾക്ക് ദുഃഖമുണ്ടെങ്കിലും ദുഃഖം മാറണം. നമ്മൾ ചിരിച്ച് അങ്ങോട്ട് വർത്താനം പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ചിലരൊക്കെ ഈ കഥകളിക്ക് കത്തിവേഷം കിട്ടിയ പോലെ രൗദ്രഭാവം മുഖത്ത് ഏത് നേരം. അവരുടെ വിചാരം കുറച്ചിലാണെന്നുള്ള ബ്രദറെ. അല്പം വ്യത്യാസം വരുത്തണം. നമ്മളൊക്കെ ഈ സുവിശേഷത്തിന് പോകുന്നവർക്ക് കുറച്ച് പ്ലസന്റ് ആയിരിക്കണം. പ്രൈസ് ഗോഡ്. ഏതായാലും ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ദൈവത്തിന്റെ സ്തോത്രം. ഇനി ആ 16-ാം അധ്യായത്തിലേക്ക് ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ഇതിന്റെ പാര വന്ന് നോക്കണം. ഈ 6 വരെ 7 വരെ പറഞ്ഞ് ശരിയാണ്. 8-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. യോബിനോട് പറഞ്ഞു 8-ാമത്തെ വാക്യം. ഞാൻ കണ്ടിടത്തോളം അന്യായമുഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. അത് തന്നെ യോബേ നിന്റെ കയ്യിലിരിപ്പുണ്ടാ ഇതെല്ലാം എന്നാ പറഞ്ഞത്. മനസ്സിലായോ? സർവശക്തന്റെ എല്ലാ ഗുണങ്ങളും പറഞ്ഞ് നേരുള്ളവർ മുടിയത്തില്ല എന്ന് പറഞ്ഞ് നീ അനേകരെ ആശ്വസിപ്പിച്ചിട്ടുള്ളവനല്ലേ? നിനക്കിപ്പോൾ ഇത് വന്നപ്പോൾ എന്നാ ബഹളം ഉണ്ടാക്കുന്നത്? നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ? ഇതൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടിടത്തോളം അന്യായമുഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. യോബേ നീ വിതച്ചതാടാ നീ കൊയ്യുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പണ്ട് ഒരു സഭയെക്കുറിച്ച് കേട്ടു. സഭയിൽ ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലേലൂയ. എന്നാൽ ആ സഭയിൽ ഒരാൾ സാക്ഷി പറയാൻ എഴുന്നേറ്റാൽ അവനെ ഇരുത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലേലൂയ. ശരിക്ക് ഒരാൾ പറയും, കഴിഞ്ഞ ഞായറാഴ്ച കർത്താവേ ദൈവമക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആരാധനയ്ക്ക് നാട്ടിലായിരുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇവിടെ താൻ ഇല്ലാഞ്ഞതിന് തുടക്കം തൊട്ട് ദൈവമക്കളെ പ്രൈസ് ഗോഡ് പ്രോത്സാഹിപ്പിക്കണം. പണ്ട് സ്തോത്രകാഴ്ച ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ, ഇവിടുത്തെ പോലെയല്ല, പാത്രം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു അച്ഛനിങ്ങനെ പാട്ടുപാടി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ എല്ലാ ആഴ്ചയും കാണുന്ന ഒരു തോമാച്ചനുണ്ട്. തോമാച്ചൻ കാശ് ഇടുകയല്ല, അതിൽ നിന്ന് എടുക്കുക. ഒരു അച്ഛൻ പാട്ടിക്കൂടെ പാടി, ഇട്ടില്ലേലും വേണ്ടില്ല തോമാച്ച എടുക്കല്ലേ, ആശ്വസിപ്പിച്ചില്ലേലും വേണ്ടുകയില്ല, ദുഃഖിപ്പിക്കരുത്. അടുത്തത് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 16-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്. അനുഭവങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ ഈ വക പലതും കേട്ടു. എത്ര പറയാൻ പറ്റും? ഞാൻ ഇതുപോലെ കുറെ കേട്ടിട്ടുണ്ടല്ലേ. ഇടപെട്ടവർക്കറിയാം, അനുഭവങ്ങളാണ്. എന്ത് നല്ല സഹോദരൻ എന്ന് പറയുമ്പോൾ മനസ്സിലായിക്കോണം പാര അടുത്തത് ചോർത്താൻ വന്നേക്ക്. ഞാൻ ഈ വക പലതും എന്ത് വിചാരിച്ച് ഒഴിഞ്ഞു മാറല്ലേ, ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വായിച്ചോ. നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അടുത്തത്, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? വ്യർത്ഥ വാക്കുകൾക്ക് അവസാനം ഉണ്ടാകുമോ? അപ്പൊ ഈ പറഞ്ഞ 15 അധ്യായത്തിലും പറഞ്ഞത് എന്തുവാ? വ്യർത്ഥ വാക്കുകൾ, അതിന് അവസാനം ഉണ്ടാകുമോ? അടുത്തത്, അല്ല പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? അതുപോലെ അല്ല പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? നിന്റെ ഈ എന്നോട് ഇത്രയും ബഹളം ഉണ്ടാക്കാൻ നിന്റെ മോട്ടിവേഷൻ എന്താ? ദൈവമക്കളെ, ദൈവം വാക്കുകളല്ല നോക്കുന്നത്, ആ വാക്കുകൾ പറയാൻ വേണ്ടി നിന്നെ പ്രചോദിപ്പിക്കുന്ന കാരണമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്തോത്രം. സിനി ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വേദനകൾ പങ്കിടുന്നവരാണ് സുവിശേഷകന്മാർ. ദൈവത്തിൻ്റെ വേദന എന്താ? എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. ഒരു പാപി പോലും നരകത്തിൽ പോകുന്നത് കർത്താവിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ള അവൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രൈസ് ഗോഡ് ആളുകളെ കർത്താവിലേക്ക്, ആത്മാക്കളെ കർത്താവിലേക്ക് ആദായപ്പെടുത്താൻ പ്രൈസ് ഗോഡ് സാധിക്കുന്ന ഒരു ഭാഗ്യ പദവിയാണ് സുവിശേഷം നമുക്ക് തരുന്നത്. പക്ഷേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള ആ വേദന അകത്ത് വരുന്നതിൻ്റെ പേരാണ് ഭാരം.
ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം അങ്ങനെയാണ്. ആ ഭാരമുള്ളവനെ കണ്ടാൽ അറിയാം, അവൻ അവസരം കിട്ടിയാൽ വെറുതെ ഇരിക്കത്തില്ല. ഒരു ദിവസം കിട്ടിയാൽ, അവൻ ഒരാളോടെങ്കിലും സുവിശേഷം പറയാൻ അവസരം കിട്ടിയാൽ. ഞാൻ ചോദിക്കട്ടെ, ഈ 2011 പിറന്നിട്ട്, അല്ല 13 പിറന്നിട്ട്, ഇത് 8-ാം മാസമാണ്, 3-ൽ 2 കഴിഞ്ഞു. ഈ 8 മാസം കൊണ്ട് ഒരാളോടെങ്കിലും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കത്തക്കവണ്ണം സുവിശേഷം പങ്കിട്ടുള്ളവരെ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഉണ്ട്. ബാക്കിയുള്ളവർക്ക് യാതൊരു ബോധറേഷനുമില്ല. ഇതിനു വേണ്ടിയല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഭാര്യയെ നോക്കി, മക്കളെ നോക്കി, അവർക്ക് ആട്ടയം മേടിച്ച്, മൈദയും മേടിച്ച് ബിരിയാണി ഉണ്ടാക്കി, പ്രൈസ്. ആട്ടയം മൈദ കൊണ്ട് ബിരിയാണി ഉണ്ടാകത്തില്ല. ഇതൊക്കെ ചെയ്യാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. അതുപോലെ അമ്മമാരോട് ഞാൻ പറയാം, കൊഴുക്കട്ട ഒരു ദിവസം, പത്തിരി ഒരു ദിവസം, പിന്നെ അങ്ങനെ പിള്ളേർക്ക് വേണ്ട പാൽപ്പായസങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ വിളിച്ചത്. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാൻ, നിന്റെ വീട്ടിൽ വരുന്ന വേലക്കാരി രക്ഷിക്കപ്പെട്ടവളല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയുവാൻ, നിന്റെ അയലോക്കത്ത് താമസിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയുവാൻ, നിന്റെ തയ്യക്കാരൻ സുവിശേഷകനല്ലെങ്കിൽ അവരോട് സുവിശേഷം പറയുവാൻ, നിനക്ക് ഇറച്ചി തരുന്നവൻ, നിനക്ക് മീൻ തരുന്നവൻ, അവർ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ വചനം പങ്കിടുവാൻ. എന്നാ ബുദ്ധിമുട്ട്, എന്നാ ബുദ്ധിമുട്ട്! എടാ, ഇവിടെ അങ്ങോട്ടും കൊണ്ടൊന്നും പോകണ്ട, ചുറ്റുമുണ്ട് സുവിശേഷം കേൾക്കാത്തവര്. നമുക്ക് മനസ്സുണ്ടായാൽ മതി. അതിലേക്ക് ഞാൻ വിശദമായിട്ട് വരാം, ഇപ്പോഴല്ല. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിന് സ്തോത്ര. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? അല്ല, പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? അടുത്തത്, നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം. നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം. അടുത്തൊന്ന് ശ്രദ്ധിക്കണമേ. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇത് പ്രത്യേകം മനസ്സിലാക്കിക്കോണം. മറ്റുള്ളവരെ വിധിക്കുന്നവര്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവർ കടന്നു പോകുന്ന അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നിരുന്നെങ്കിൽ എന്തുമാത്രം ദുഃഖവും എന്തുമാത്രം വേദനയും എന്തുമാത്രം പ്രയാസവുമായിരുന്നേനെ എന്ന് ചിന്തിച്ചോണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് നടക്കുന്ന പലരുടെയും ഹൃദയത്തിൻ്റെ അകത്ത് തീ നീറിക്കൊണ്ടിരിക്കുക. സാമ്പത്തിക വിഷയങ്ങളുടെ കനൽ നീറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങളുടെ കനലുകൾ നീറിക്കൊണ്ടിരിക്കുകയാണ്. തലമുറയുടെ വിഷയത്തിന്റെ കനലുകൾ നീറിക്കൊണ്ടിരിക്കുകയാണ്. കോടതി കേസുകളുടെ കനലുകൾ നീറിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രശ്നങ്ങൾ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഇന്ന് ചിരിക്കുന്നത്. ആ ചിരിയുടെ മുമ്പിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അതിന്റെ പുറകിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കനൽ കാണാൻ നിനക്ക് കഴിവുണ്ടായില്ലെങ്കിൽ നീ ഒരു വിശ്വസ്തനായ ദൈവദാസനോ ദൈവദാസിയോ അല്ല. ദൈവം എനിക്ക് സന്തോഷിക്കാൻ അവസരം തന്നെങ്കിൽ, എനിക്ക് സമാധാനമായിരിക്കാൻ അവസരം തന്നെങ്കിൽ, അനേകര് കഷ്ടത്തിലും അനേകര് ഭാരത്തിലും അനേകര് പ്രയാസത്തിലും കിടന്ന് നീറുമ്പോഴാണ് നിന്റെ വീട്ടിൽ പ്രശ്നമില്ലാതെ, നിന്റെ കുടുംബത്തിൽ പ്രശ്നമില്ലാതെ, നിന്റെ തലമുറയ്ക്ക് പ്രശ്നമില്ലാതെ, നിന്റെ ബിസിനസ്സിൽ പ്രശ്നമില്ലാതെ, നിന്റെ ജോലിയിൽ പ്രശ്നമില്ലാതെ നിന്റെ ദൈവം നിന്നെ നിർത്തിയത്. ഇത് മറക്കരുത്, ഇത് മറക്കരുത്. എനിക്കുണ്ടായിരുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, എനിക്കുണ്ടായിരുന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ. എനിക്കറിയാം, ചിലരൊക്കെ കടന്നു പോകുന്ന വിഷയത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നെങ്കിൽ തലയിൽ കയ്യും വെച്ചിരുന്നേനെ. ഞങ്ങൾ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ പറയുന്ന ഒരു 100 ക്വസ്റ്റ്യൻ, 100 അനുഭവം പറഞ്ഞാൽ അതിലൊരു 99 80% ഞങ്ങൾ കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഏത് വ്യക്തിയെയും ഉള്ളതുപോലെ അംഗീകരിക്കാൻ ഞാൻ മനസ്സ് കാണിക്കുന്നത്. ചിലർക്കൊക്കെ ചിലരെ ഇവിടുന്ന് ഓടിച്ചാൽ സന്തോഷമാണ്. ചിലരൊക്കെ ഈ സഭയിൽ വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. ഇനി മറ്റു ചിലരെ കാണുമ്പോൾ അങ്ങ് കഷ്ടമാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സത്യം പറയാം. യേശുവിൻ്റെ ഹൃദയം ഏത് കൊടും പാപിയെയും, പ്രൈസ് ഗോഡ്, തൻ്റെ പ്രൈസ് ഗോഡ് അങ്കിക്ക് ചീട്ടിട്ടുകൊണ്ടിരുന്ന, തൻ്റെ പുറത്ത് ചാട്ടവാറുകൊണ്ട് അടിച്ച് പുറം ഉഴവുചാല് പോലെ കീറിയ, പ്രൈസ് ഗോഡ്, 80 കിലോഗ്രാമിലധികം തൂക്കമുള്ള പച്ച പൈൻ മരം തോളത്ത് കയറ്റിവെച്ച, പ്രൈസ് ദി ലോർഡ്, പീലാത്തോസിന്റെ അരമന മുതൽ ഹല്ലേലൂയ ഗോൽഗോഥ മല വരെ ഈ കുരിശുമരം ചുമപ്പിച്ച
വീണിട്ടും അടിച്ച് എഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തിച്ച് കൊണ്ടുചെന്ന് ആ കുരിശിനിലേക്ക് കിടത്തി കൈകളെയും കാലുകളെയും വിരിച്ച് ഈ കൂർത്തുമൂർത്ത ഇരുമ്പാണി അടിച്ച് കയറ്റി അവൻ്റെ അസ്ഥികളൊക്കെയും ബന്ധം വിടത്തക്കവണ്ണം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ക്രൂശോടെ എടുത്ത് കുത്തിയിട്ട അവർക്ക് വേണ്ടി പറഞ്ഞു കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. മറ്റുള്ളവൻ്റെ പാപം ക്ഷമിക്കുവാൻ, മറ്റുള്ളവൻ്റെ കുറവ് ക്ഷമിക്കുവാൻ നിനക്ക് സാധിക്കാത്തിടത്തോളം കാലം ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, അവൻ്റെ കുറവ് ക്ഷമിക്കുമോ ക്ഷമിക്കത്തില്ലെന്ന് വിഷയമല്ല. നീ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിൽ ഒരു വിഷയവുമല്ല. നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നിന്റെ പാപങ്ങളും നിന്റെ കുറവുകളും ക്ഷമിക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാളുകളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മനുഷ്യത്വം കാണിക്കാൻ സിനിത് പറഞ്ഞു തോന്നുന്നു അല്ലേ? മനുഷ്യത്വം കാണിക്കാതെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് വ്യക്തമായി പറഞ്ഞു, മനുഷ്യൻ ശബ്ബത്തിന് വേണ്ടിയല്ല, ശബ്ബത്ത് മനുഷ്യന് വേണ്ടിയാണ്. ഇത് നമ്മൾ മറക്കരുത്. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, എന്താ പറയുന്നത്? ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെ കുറിച്ച് തല കുലുക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളുടെ നേരെ തല കുലുക്കുകയും ചെയ്യാമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയത്തില്ല, ഞാൻ പോകുന്ന കഷ്ടം നിങ്ങൾക്കറിയത്തില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ ലോകത്തൊരു മനുഷ്യനോട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അന്നേരം ഒരു കാര്യം ഉറപ്പാണ്, നിന്നെ നന്നായി അറിയുന്ന ഒരു യേശുവുണ്ട്, ഒരു യേശുവുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ഒരാൾക്ക് മനസ്സിലാവത്തില്ല. നിനക്ക് ദൈവവത്തിന്റെ മുമ്പിൽ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും നീതി കിട്ടത്തില്ല. ഞാൻ തീർത്തു പറയുകയാണ്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലാതെ നിനക്ക് നിന്റെ നീതി കിട്ടത്തില്ല. അതുകൊണ്ടാണ് പ്രൈസ് ഗോഡ് പൗലോസ് ഇയ്യോബ് പറഞ്ഞത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്, അവൻ ഒരു ദിവസം പൊടിമേൽ നിൽക്കും. അന്ന് അന്യനല്ല. എൻ്റെ തൊക്ക് ഇങ്ങനെ അങ്ങോട്ട് ശരീരം ക്ഷയിച്ചു പോയാലും അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണവനെ കാണും. നിന്റെ ദൈവം നീ നിന്റെ വീണ്ടെടുപ്പുകാരനെ കാണും. നിന്റെ വീണ്ടെടുപ്പുകാരനെ നീ കാണും. നീ ഇന്നായിരിക്കുന്ന ഘട്ടത്തിൽ ഭാരപ്പെടല്ലേ, ഇന്നായിരിക്കുന്ന വേദനയിൽ ഭാരപ്പെടല്ലേ, ഇന്നായിരിക്കുന്ന ദുഃഖത്തിൽ ഭാരപ്പെടല്ലേ. നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ട്. അവൻ ഇറങ്ങി വരും. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വരും. വ്യസനിപ്പിക്കുന്ന ആശ്വാസകനായിട്ടല്ല, നിന്റെ കണ്ണീരൊപ്പുന്ന യഥാർത്ഥ ആശ്വാസകനായിട്ട് അവൻ ഇറങ്ങി വന്നാൽ നിന്റെ ദുഃഖമെല്ലാം തീരും. കർത്താവ് ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നലെ നമ്മൾ കണ്ടൊരു ഭാഗം ഞാൻ പറയാം. മറിയ കല്ലറയ്ക്കൽ നിന്ന് യേശുവിൻ്റെ ശരീരം കാണാതെ തോട്ടക്കാരനെന്ന് നിരൂപിച്ച്, യജമാനനെ നീ അവനെ എവിടെ വച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ആ ഭാഗം ഒന്ന് വായിച്ച് 21-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം. അത് പറയുമ്പോൾ തന്നെ മറിക്കണം, ഞാൻ പറയാൻ നിൽക്കണ്ട. എടുക്ക് 21 വലത്തുഭാഗത്ത് താഴെ ആ കൈ വെച്ച് കൊടുത്ത് 20:11. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്ക് അവിടെ തൊട്ടൊന്നും വേണ്ട, നീ കരയുന്നത് തിരിഞ്ഞു നോക്കി എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം, ഞാൻ പറഞ്ഞു വെച്ചിട്ട് അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താൻ. അടുത്ത വാക്യം. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ആരെ തെരയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം സ്ത്രീയെ നീ കരയുന്നതെന്ന് ചോദിച്ചു, രണ്ടാമത് സ്ത്രീയെ നീ കരയുന്നതെന്ന് വീണ്ടും ചോദിച്ചു, ആരെ നീ തെരയുന്നെന്ന് ചോദിച്ചു. 3 ചോദ്യം. അടുത്തത്, അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. അടുത്ത വാക്യം. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം. യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. യേശു അവളോട് മറിയയെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന് പറഞ്ഞു. 3 ചോദ്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാത്ത യേശുവിനെ മറിയയെ എന്ന് ഒരൊറ്റ
പേര് വിളിച്ചപ്പം അവൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, റബ്ബൂനി, ദൈവമക്കളെ, നിന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ യേശുവിന് വലിയ സെന്റൻസ് ഒന്നും പറയണ്ട, വലിയ പാരഗ്രാഫ് ഒന്നും പറയണ്ട, വലിയ സാഹിത്യമൊന്നും ഉപയോഗിക്കണ്ട, പ്രൈസ് ദി ലോർഡ്, വലിയ ഉപന്യാസമൊന്നും വേണ്ട. നിന്നെ പേര് ചൊല്ലി ഒന്ന് വിളിച്ചാൽ മതി. അവിടെ വച്ച് നിനക്ക് മനസ്സിലാകും നീ സേവിക്കുന്ന ദൈവം ആരാണ്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. അനേകർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാതെ കിടക്കുന്ന സ്ഥാനത്ത് മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവന്റെ ഒരു ചെറിയ ശബ്ദം മതി സകല വേദനകളും മറക്കാൻ. ഇന്ന് പകൽക്കാലം ആ ശബ്ദം കേൾക്കാൻ, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ആ ശബ്ദം കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? പ്രൈസ് ഗോഡ്. ഇത് ചെയ്തേക്കുന്നത് ശരിയല്ല കേട്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർ ചെയ്താൽ മതി, മാറ്റി വെച്ചേക്കാം. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദന വരുന്ന സന്ദർഭങ്ങൾ കാണും, പ്രയാസങ്ങൾ വരുന്ന സന്ദർഭം കാണും, എല്ലാവരും കൈവിട്ടെന്ന് തോന്നുന്ന സന്ദർഭം കാണും, ഒരു മനുഷ്യൻ നിന്നെ മനസ്സിലാക്കി എന്നുള്ള സന്ദർഭങ്ങൾ കാണും. എന്നാലും നിന്നെ ഒരൊറ്റ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്, നിന്റെ ഓമന പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവശബ്ദം ഇന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നീ ഇവിടെ വെച്ച് ആശ്വാസം പ്രാപിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കുന്ന ദൈവശബ്ദം കർത്താവേ ചെവികളിൽ മുഴങ്ങട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിന്റെ ശബ്ദം ഗുരുവേ എന്ന് വിളിക്കത്തക്കവണ്ണം, റബ്ബൂനി എന്ന് വിളിക്കത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അവളിൽ ബോധം വരുത്തി. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി 5-ാം വാക്യം. ഞാൻ വായുകൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അധര സ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ വായു കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും അധര സ്വാന്തനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ദൈവമക്കളെ, ഞാൻ കടന്നു പോകുന്ന ആ അനുഭവത്തിൽ കൂടെ നിങ്ങളും കടന്നു പോയിരുന്നെങ്കിൽ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാകല്ലേ. നിങ്ങളറിയാമോ, വേദനപ്പെട്ട് കിടക്കുന്നു, പ്രൈസ് ഗോഡ്. ഇനി ഇപ്പം ചെയ്തത് മോശമാകിയത് പഴയതിലേക്ക് ഉണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് സൗണ്ട് ശരിയില്ലെങ്കിൽ എൻ്റെ തോട്ട് മുറിയും, അതാ പ്രോബ്ലം. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ വരുന്നതിന് കറക്റ്റായിട്ടാണ് വരുന്നത്, വ്യത്യാസമില്ലേ? അവിടെ മോശമാവുകയാണോ? ഓക്കെ, എന്നല്ല അഡ്ജസ്റ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ദൈവമക്കളെ, ഹല്ലേലൂയ. എനിക്ക് വന്ന അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യും? നിങ്ങളെ മുറിപ്പെടുത്തത്തില്ല. നിങ്ങൾക്കറിയാമോ, ഈ വേദനിച്ചിരിക്കുമ്പം ഒരു വാക്ക് പറഞ്ഞാൽ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഒന്ന്, അല്ലെങ്കിൽ മുറിഞ്ഞോടത്ത് ഉപ്പ് തേക്കുന്ന പോലെ. പ്രൈസ് ഗോഡ്. ചിലർ മുളകും കൂടെ തേക്കും. ചെയ്യല്ലേ. ആശ്വസിപ്പിക്കുവാൻ വാക്കുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. കഷ്ടത്തിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന ഒരുവനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ട വാക്കുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അത് കിട്ടുന്നത് വരെ മിണ്ടാതിരുന്നോണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി ഇവരുടെ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു, ആശ്വസിപ്പിക്കാൻ പോയവരാകട്ടോ. 19-ാം അധ്യായം 1-1 വായിച്ചേ. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. മനസ്സിലായോ? അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, സമാധാനം പോയി, സന്തോഷം പോയി, മക്കൾ പോയി, സമ്പത്ത് പോയി, ആരോഗ്യം പോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ മൊഴികളാൽ എന്താ ചെയ്യുന്നു? മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. എന്നെ
തകർക്കുകയും ചെയ്യുന്നു. എത്രത്തോളം എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്കൊരു മനുഷ്യന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ച് ഒന്ന് ബലപ്പെടുത്താൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ലോകം കണ്ട പ്രാസംഗികരിൽ അതിശക്തനായിരിക്കുന്ന ഒരുവനുണ്ട്, പ്രൈസ് ചാൾസ് വെസ്ലി. ചാൾസ് വെസ്ലിയാണെന്ന് തോന്നുന്നു ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: എന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികനാക്കിയത്, പ്രൈസ് ഗോഡ്, എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. എന്നാന്നറിയാം, വെസ്ലി അമ്മ എങ്ങാണ്ട് പോയിട്ട് വരുമ്പം നോക്കുമ്പോൾ ഞായറാഴ്ച സഭായോഗത്തിന് കേട്ട പ്രസംഗം, വെസ്ലി ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി, ഒരു 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 ഇതിൻ്റെ വീഞ്ഞപ്പെട്ടി എടുത്ത് ഇട്ട് അതിൻ്റെ മേളിൽ കയറി നിന്ന് ശക്തമായിട്ട് പ്രസംഗിക്കുക. അമ്മ ഇത് കുറേ നേരം കേട്ടു നിന്നു. പ്രൈസ് ഗോഡ്. ഇത് കഴിഞ്ഞപ്പോൾ അമ്മയെ കണ്ടു പ്രസംഗം നിർത്തി. അമ്മ പറഞ്ഞത്, അമ്മ ഏട്ടാ മോനെ, ആ പാസ്റ്റർ പ്രസംഗത്തിനേക്കാൾ നന്നായിട്ടാണല്ലോ നീ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. അവരൊറ്റ എൻകറേജ്മെൻ്റാണ് തന്നെ വലിയ ലോകപ്രസിദ്ധ പ്രാസംഗികനാക്കിയത്. ലിയനാർഡോ ഡാവിഞ്ചിയെക്കുറിച്ച് ഞാൻ വായിച്ചിരുന്ന ഇപ്രകാരമാണ്: ലിയനാർഡോ ഡാവിഞ്ചിയുടെ മാതാവ് മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം അന്ന് ഗ്യാസ് അടുപ്പില്ല, വിറക് കത്തിക്കുന്ന അടുപ്പാണ്. ലിയനാർഡോ ഡാവിഞ്ചി അടുപ്പിൽ നിന്ന് കുറേ കരിക്കട്ട എടുത്തുകൊണ്ടുവന്ന് വീട്ടിൻ്റെ എല്ലാ മതിലേലും വരച്ചു വെച്ചേക്ക്. ഏതാണ്ടൊക്കെ നിങ്ങളുടെ മക്കളാണെങ്കിൽ എന്തോ ചെയ്യും പറ? അവൻ്റെ ഊപ്പാട് വരുത്തു വന്ന് പിന്നെ അവൻ ആയുസിന് എന്ത് ചെയ്യത്തില്ല, മതിലേലെന്നല്ല കടലാസിനും വരയ്ക്കത്തില്ല. പക്ഷേ ഡാവിഞ്ചി പറയുന്നതാണ്, അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ ഉഗ്രനായിരിക്കുന്നു, നന്നായിരിക്കുന്നു, അത് മാക്കാതെ അവിടെ കിടന്നോട്ടെ, ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളെയും ഞാൻ കാണിക്കുന്നു ഇവിടെ. പ്രൈസ് ഗോഡ്. ഞാൻ ചിന്തിക്കുന്നത് പറയാം, ഈ ശിവകാശിയിൽ അടിച്ച കലണ്ടറിനേക്കാൾ നിന്റെ മകൻ വരച്ച ഒരു പടം, ഒരു പൂവ് ഭിത്തിയിലുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഭംഗിയെന്ന് മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ മക്കൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് ഒരു പ്രോത്സാഹനം വീട്ടിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് വല്ലവരും പ്രോത്സാഹിപ്പിച്ചിട്ടൊക്കെ ചിലർ പൊങ്ങി വരുന്നത്. പ്രൈസ് ഗോഡ്. മക്കളെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, തളർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ആ നാവാണ് നമുക്ക് വേണ്ടത്. അതാണ് നമുക്കില്ലാത്തതെങ്കിൽ ഈ ഉപവാസം കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ നാവ് തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ, അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. ഇനി തകർക്കുകയും ചെയ്യും. അടുത്ത വാക്യം: ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. ഇപ്പോൾ എത്ര പ്രാവശ്യം നിന്ദിച്ചു? 10 പ്രാവശ്യം. ഒരു പ്രാവശ്യമാണെങ്കിൽ വേണ്ടുകയില്ല, 2 പ്രാവശ്യമാണെങ്കിൽ വേണ്ടുകയില്ല, 10 പ്രാവശ്യം എന്നെ നിന്ദിച്ചിരിക്കുന്നു. ദൈവമക്കളെ, എണ്ണിക്കൊണ്ട് ഇതുപോലെ അനേകം പ്രാവശ്യം നിന്നെ അനുഭവിച്ചവരോട് ഞാൻ പറയട്ടെ, നിന്റെ നിന്ന മാറ്റുന്ന ഒരു ദൈവം ഉണ്ട്. നിന്റെ നിന്ന മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ചുമ്മാ പാടിയാ പോരാ, നിന്ദിച്ചവരുടെ മധ്യ മാനിച്ചു നടത്തുന്ന നല്ലൊരു രക്ഷകനേശുവല്ലയോ. നിന്ദിച്ചവരുടെ മധ്യ മാനിച്ചു നടത്തുന്ന നല്ലൊരു രക്ഷകനേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, അല്ലലെല്ലാം മറന്നാർത്തു പാടാം, എല്ലാ നാവും ചേർന്നാഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരുടെ മധ്യേ തന്നെ മാനിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എത്രക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാൻ കേട്ടോ. നിന്നെ മാനിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മാനിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിന്നെ മാനിച്ച് നടത്തുന്ന ദൈവമുണ്ട്.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. പ്രൈസ് ഗോഡ്. ഈ ടൈപ്പ് വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇയ്യോബിന്റെ അപ്പോഴുള്ള സ്ഥിതിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ 19-ാം അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ചില കാര്യങ്ങൾ ഇയ്യോബ് പറയുന്നുണ്ട്. 7 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. അയ്യോ, ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു, കേൾപ്പോരില്ല. രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു, ന്യായം കിട്ടുന്നതുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിലവിളിക്കുന്നു, പക്ഷേ കേൾക്കാൻ ആളില്ല. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. മനസ്സിലായോ? ഞാൻ രക്ഷയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നു, പക്ഷേ കേൾപ്പോരില്ല. ഒരു മനുഷ്യനും നിന്നോട് അലിവ് തോന്നത്തില്ല, പക്ഷേ അലിവ് തോന്നുന്ന ഒരുവനുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ വായിച്ച് വിടാനുള്ളതല്ല. പുരോഹിതൻ തള്ളിക്കളഞ്ഞാലും ലേവ്യൻ തിരിഞ്ഞു നോക്കാതെ പോയാലും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിന്നെ എടുത്ത് അവിടെ നിന്ന് കയറ്റി, അവിടെ നിന്ന് തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി 2 വെള്ളിക്കാശ് എടുത്ത് കൊടുത്തിട്ട് അവനെ ഞാൻ വരുവോളം രക്ഷ ചെയ്യണമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന ഒരു നല്ല ശമരിയക്കാരൻ തീർന്നില്ല. നിന്റെ മുറിവുകളെ കഴുകി എണ്ണ വെച്ച് കെട്ടി ആശ്വസിപ്പിച്ച് നിനക്ക് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിനക്ക് ജീവിക്കാനുള്ളത് കൊടുത്തേൽപ്പിച്ചിട്ട് പോകുന്നൊരു ദൈവമാ. ഈ ഉപവാസം കഴിയുമ്പോൾ കർത്താവ് ചിലത് ഏൽപ്പിക്കുന്നത് ഞാൻ കാണുകയാണ്. നിനക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് രക്ഷ ചെയ്യുവാൻ എൻ്റെ ദൈവം ചിലരെ ഏൽപ്പിക്കുന്നത് ഇന്ന് പകൽക്കാലം വ്യക്തമായി ഞാൻ കാണുന്നു. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ വേലയ്ക്ക് വേണ്ടി, നിന്റെ ബിസിനസിന് വേണ്ടി, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിലരെ ഏൽപ്പിക്കുന്നത് നീ അനുഭവിക്കാൻ പോവുകയാണ്, നീ കാണാൻ പോവുകയാണ്. നിന്നെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ നിർത്താൻ ആർക്കും കഴിയത്തില്ല, നിന്നെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയത്തില്ല. ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നെടുക്കുന്നു. ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഈ ഉറപ്പ് ഓരോർക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ബലവാനെ പിടിച്ചു കെട്ടി എൻ്റെ കൊണ്ടുപോയത്, കവർന്നെടുത്തത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്, എൻ്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്, എൻ്റെ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്, എൻ്റെ തലമുറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത്, എൻ്റെ ജീവിതത്തിലെ നല്ല നല്ല അനുഭവങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഞാൻ തിരികെ മേടിക്കുമെന്ന് ബലവാനെ പിടിച്ചു കെട്ടി തിരികെ മേടിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഒരു ധൈര്യം വരട്ടെ, ഒരു വിശ്വാസം വരട്ടെ, ഒരു ഉറപ്പ് വരട്ടെ. ഈ ഉറപ്പുണ്ടാവണം. ഈ ഉപവാസത്തിൽ സുവിശേഷത്തിന് വേണ്ടി പോകാൻ മാത്രമല്ല, ഉറപ്പ് പ്രാപിച്ചിട്ട് പോകണം. എനിക്ക് തോന്നുന്നു നമ്മുടെ സേവ്യറച്ചാനാണ് തോന്നുന്നു ഒരിക്കലൊരു സാക്ഷി പറഞ്ഞപ്പോൾ, പണ്ട് കമ്പിളിപ്പടി ഇരിക്കുമ്പോഴാണ് ഈ തലയിൽ തീ ഇരിക്കുമ്പോൾ മലയിലെ തീ കെടുത്താൻ പോകാൻ പറ്റുകയില്ലെന്ന്, അല്ലേ? തലയിൽ തീ ഇരിക്കുമ്പം മലയിലെ തീ കെടുത്താൽ ആദ്യം എൻ്റെ തലയിൽ തീ ഒന്ന് കെട്ടിച്ചിട്ട് വേണ്ടേ മലയിലോട്ട് പോകാൻ. ഇന്ന് നിന്റെ തലയിലെ തീയെ കൈകാര്യം ചെയ്യുവാൻ, നിന്റെ തലയെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നെ വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, തീ പോലെ കത്തുന്ന, കനല് പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളെ എൻ്റെ യേശു കൈകാര്യം ചെയ്യട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൂടെ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നപ്പം സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നറിയാമോ? ഏതെങ്കിലും കാരണവശാൽ പ്ലെയിനിനകത്ത് ഓക്സിജൻ കുറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മാസ്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു കൊച്ചാണെങ്കിൽ, ഈ മാസ്ക് വയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവനാണെങ്കിൽ ആദ്യം നിങ്ങൾ മാസ്ക് വയ്ക്കണം, എന്നിട്ട് അതിനെ പിടിപ്പിക്കണം. കാരണം എന്നറിയാമോ? ഇതിനെ പിടിപ്പിച്ച് വരുമ്പം നീ കുഴയും, അതുകൂടത്ത് ഇത് വയ്ക്കാനും പറ്റത്തില്ല, രണ്ടും പോവും.
അത് പോകാതിരിക്കാൻ ആദ്യം നിന്റെ തലയിൽ തീ കെടുത്തിയിട്ട് നീ നാട്ടിലെ തീ കെടുത്താൻ പോകണമെന്ന്. ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം ആദ്യം കൈകാര്യം ചെയ്യാൻ യേശു മതിയായവനാണ്. നിന്നെ ഞാൻ സുവിശേഷത്തിന് വിളിച്ചെന്ന് പറയുമ്പോൾ, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെ കൊണ്ടുപോകണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം ദൈവം കൈകാര്യം ചെയ്തിരിക്കും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ചില വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ എന്റെ യേശുവിന്റെ നാമത്തിൽ കൈകാര്യം ചെയ്യട്ടെ. അടവല ഹദല ശക്തിയോടെ ആരാധിക്കുക, ശക്തിയോടെ ആരാധിക്കുക, ശക്തിയോടെ ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിഷയങ്ങൾ 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 ആമേൻ. നേരമില്ല എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്ന് വെച്ച് ചിലർ പറയാറുണ്ട്, എൻ്റെ ഇതങ്ങോട്ട് മാറ്റി തന്നാൽ, ഈ പ്രശ്നമൊന്ന് തീർത്തു തന്നാൽ പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് തെരുവിലായിരിക്കും സുവിശേഷവുമായിട്ട്. പോയിട്ടില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞതൊന്നും പോയിട്ടില്ല. പകരം എന്ത് പറയണമെന്നറിയാമോ? എൻ്റെ പ്രശ്നം മാറ്റുമെന്ന് എനിക്കറിയാം. ഇത് മാറിയാലും മാറിയില്ലെങ്കിലും ഞാൻ ഇറങ്ങാൻ പോകുകയാണ്. ഇതായിരിക്കണം മനോഭാവം. കാരണം പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അവൻ്റെ കാര്യം നോക്കുമ്പോൾ അവൻ നിന്റെ കാര്യം നോക്കും. ഇന്ന് പകൽക്കാലം നിന്റെ കാര്യം നോക്കാൻ കഴിവുള്ളവനെ, നിന്റെ കാര്യം നോക്കാൻ കഴിവുള്ളവനെ, നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനെ ഏൽപ്പിക്കാൻ ധൈര്യമായിട്ട് ഏൽപ്പിച്ചോ. ഞാൻ പറയും, ഞങ്ങൾ എത്ര പ്രശ്നങ്ങൾ ഇട്ട സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയേക്കുന്നറിയോ? പല സമയങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ. പ്രൈസ് ഗോഡ്, ഒരു കാര്യം പോലും ദൈവം നോക്കാതെ ഇരുന്നിട്ടില്ല. ഒരു കാര്യത്തിന് പോലും വീഴ്ച വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാമല്ലോ, നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കാമല്ലോ. ഞാൻ ചുമ്മാ ഈ വാചക കസർത്തുകൊണ്ട് പറഞ്ഞു നിർത്തുന്ന പരിപാടി അല്ലത്. ഡബിൾ സ്റ്റാൻഡേർഡിലല്ല ഞാൻ സംസാരിക്കാറില്ല. ഞാൻ തന്നെ കണ്ടിട്ട് കൊള്ളാവുന്ന അതേ ഫുഡാണ് മറ്റുള്ളവർക്ക് വിളമ്പുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ പരിപാടിയല്ല. നിങ്ങളാരും ഗിനിപ്പിക്കല്ല, നിങ്ങളുടെ ഉള്ളിലോട്ട് പരീക്ഷിക്കാൻ തരികയല്ല. ഞാനിത് അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് അനുഭവിച്ചിട്ട് ഇത് പറയുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെ ചിലരൊക്കെ വ്യാഖ്യാനം പറയുന്നത് കേട്ടാൽ ഭയങ്കര രസമാട്ടോ. ഞാൻ പറഞ്ഞതെന്ന് കൂടി പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പ്രൈസ് ദി ലോർഡ്, ചിലർ പറഞ്ഞു ജിബിക്ക് പിള്ളേരില്ലാത്തത് കൊണ്ട് അവിടെ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ആളല്ല പറഞ്ഞു, നമ്മുടെ സഭക്കാരാ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരു വിഷയം പോലും പ്രാർത്ഥിച്ചിട്ടില്ല. സത്യം ഇവിടെ നിന്ന് പറയുക, അവന് പിള്ളേരുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ തക്ക സമയത്ത് അവനൊരു കുഞ്ഞുണ്ടാകും. ചുമ്മാ പറയല്ലേ, ഇവിടെ പറഞ്ഞ പാർട്ടികളുണ്ട്. അത് പാസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം പോയത്, പാസ്റ്ററും ആൻറ്റിയും കൂടെ അവിടെ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോയതാണ് ജിബിക്ക് കൊച്ചുണ്ടാകാൻ. അങ്ങനത്തെ ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ സത്യാഗ്രഹം ഇരുന്ന് പട്ടിണി ഇരുന്ന് ഞങ്ങളുടെ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് നേടേണ്ടി വന്നിട്ടില്ല. ഞാൻ തുറന്നു പറയാം, കർത്താവിനെ കണ്ടുമുട്ടിയ ഈ നിമിഷം വരെ ഞാൻ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി, ചോദിച്ചതിൽ അത്യന്തം പരമായി എൻ്റെ ദൈവം എന്നെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ കുടുംബമായി നടത്തിയിട്ടുണ്ട്, ഞങ്ങളെ തലമുറകളെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും അല്ല വിഷയം. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിന്നേം കേട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഭാരപ്പെടല്ലേ. നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ ലോകത്തുള്ളൂ. അത് നിങ്ങൾ ആരാധിക്കുന്ന യേശു അല്ലാതെ വേറെ ആരും ഹല്ലേലൂയ ഇതുപോലെ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് ഉള്ളിൽ നിന്ന് പാടാമോ? എന്തു നല്ലോർ സഖിയേശു പാപദുഃഖം വഹിക്കും. യേശുവോടും ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനം
പിന്നെ ഇതെന്ത് ഈ താത്തു നിന്നേ ശരിക്കും വയ്ക്കുന്നത്. പ്രൈസ് ഗോഡ്. നിന്റെ ക്ഷീണമെല്ലാം അറിയുന്ന, ഇതൊരു സെറ്റ് ചെയ്ത് വെക്കുന്ന ഇടയ്ക്ക് താത്തിക്കൊണ്ടുപോകല്ലേ. നിന്റെ ക്ഷീണമെല്ലാം അറിയുന്നൊരു യേശുവുണ്ട്. അവനോട് ചെന്ന് പറയാം, നിന്റെ വേദന പറയാം, നിന്റെ നൊമ്പരം പറയാം, നിന്റെ കഷ്ടം പറയാം, നിന്നെ നിന്ദിക്കുന്ന അനുഭവം പറയാം, നിന്നെ പരിഹസിച്ചത് പറയാം. പ്രൈസ്. ഹന്ന എന്നാ ചെയ്തത്? പ്രതിയോഗി അവളെ പരിഹസിച്ച് നിന്ദിച്ച് മച്ചി മച്ചി എന്ന് വിളിച്ച് പ്രാർത്ഥന അർത്ഥം എന്നറിയാമോ? നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? നീ എല്ലാ വർഷവും ഇവിടെ ആരാധിക്കാൻ വന്നിട്ട് എന്നാ കാര്യം? എല്ലാ ദിവസവും ആലയത്തിലേക്ക് വന്നിട്ട് എന്നാ കാര്യം? എൻ്റെ മക്കളുടെക്കാൾ ഇരട്ടി പങ്ക് മേടിച്ച് തിന്നിട്ട് പോകുകയല്ലാതെ നിനക്ക് വല്ലത് അതൊക്കെ ചോദിച്ചു കാണല്ലേ? ഞാൻ മക്കളെ അന്നായൊക്കെ സ്നേഹിക്കുക കൊണ്ട് ഇരട്ടി പങ്ക് കൊടുക്കും. അപ്പോൾ പറഞ്ഞു കാണുമോ, നീ ഇരട്ടി മേടിച്ച് തിന്നോടി, തിന്നോ, പക്ഷെ എന്നാ കാര്യം? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ഇവിടെ വന്ന് ഇത്രയും നാൾ ആരാധിച്ചിട്ട് നിനക്ക് ഒരു ഗുണമുണ്ടായോ? എന്തേലും ഒരു ഗുണമുണ്ടായോ? നിന്ദിച്ച് 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 ഓരോ പ്രാവശ്യം ആലയത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഈ പ്രതിയോഗി അവളെ ഇങ്ങനെ ചെയ്തു പോന്നു. അങ്ങനെ നിന്ന് സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ദിവസം ഹന്ന അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റു. ഇന്ന് ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കിയേ പോകത്തുള്ളൂ, ഇന്ന് ഞാനിതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പോകത്തുള്ളൂ. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത്, ഈ 2:30 മണിയായ സമയത്ത് ഹന്ന എഴുന്നേറ്റതുപോലെ ഒന്നെഴുന്നേൽക്കാൻ, ഒന്നെഴുന്നേൽക്കാൻ, ഒന്നെഴുന്നേൽക്കാൻ. കുടബല ഹദ്ര ജബര ദലമ രഗതക ജലമ ഹസ്തുല ജബര ജരഗല ഹർദുല ബൗഡ ശംബര ഗൗഡ മേഘ ബാല ദീപ ലൗഡെ സഗര ജലബല ഹന്തരാരാരാ. പ്രൈസ് ഗോഡ്. സച്ചിൻ ഉണ്ടായിട്ടാണോ ഒന്ന് പുറകിരിക്കുന്നത്? ഈ സൗണ്ട് ഇങ്ങനെ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് വേണം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഏതാണ് ഈ നേരമായി കാണും, 2-2:30 മണിയായി കാണും. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇപ്പം എല്ലാവരും അല്ലേ 1:30 മണി 2 മണിയെല്ലാം ഭക്ഷണം കഴിഞ്ഞ് കാണത്തില്ലേ? മിക്കവാറും വിശ്രമിക്കുകയായിരിക്കും. ഹന്ന എന്ത് ചെയ്തു? വായിച്ചേ. 1 ശമൂവേൽ 1:8 10 വായിച്ചേ. അവൾ മനോവ്യസനത്തോടെ അതിന്റെ താഴെ 8. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവൾ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം എല്ലാവരും കിടന്ന് ആശ്വസിക്കുമ്പോൾ ഹന്നയ്ക്ക് മനസ്സിലായി, ഞാൻ ഇവരുടെ കൂടെ കിടന്നാൽ എനിക്ക് ആശ്വാസം കിട്ടത്തില്ല, എന്നെ ഇനിയും നിന്ദിക്കും, അടുത്ത വർഷം നിന്ദിക്കും, ജീവിതകാലം മുഴുവൻ നിന്ദിക്കും. അതുകൊണ്ടൊരു കാര്യം തീരുമാനിച്ചു, ഞാനിവിടെ കിടക്കാനല്ല, ഞാൻ എഴുന്നേൽക്കാൻ പോകുകയാണ്, ഞാൻ എഴുന്നേറ്റ് പോകാൻ പോകുകയാണ്. ഏതാണ്ട് ഈ സമയമായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഹന്ന കൊച്ചമ്മ എഴുന്നേറ്റു. എന്തിനെഴുന്നേറ്റെന്നറിയാമോ? ഇന്ന് ഞാനിത് അവസാനിപ്പിക്കും, ഇന്ന് ഞാൻ ഈ നിന്നെ അവസാനിപ്പിക്കും, ഇന്ന് ഈ പ്രതിയോഗിയുടെ വാക്കുകൾ അവസാനിപ്പിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഇച്ചിരി കുറച്ചേരം ഓഡിയോ മാസ്റ്റർ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ മധ്യാഹ്ന സമയത്ത് ഹന്ന എഴുന്നേറ്റതുപോലെ എഴുന്നേക്കാൻ വല്ല മനസ്സുണ്ടോ? നിന്റെ നിന്ന മാറ്റിക്കൊണ്ട്, നിന്റെ വേദന മാറ്റിക്കൊണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ട് എൻ്റെ യേശു പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് കാണും. അന്നെ എഴുന്നേറ്റ് പോയി. എന്തോ ചെയ്തു? വായിച്ചേ. അത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. വളരെ കരഞ്ഞു. പ്രൈസ് ഗോഡ്. ഇനി 2:30 ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകണം. അടുത്തത്, അവൾ ഒരു നേർച്ച നേർന്നു. എന്തോ നേർന്നു? സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല. ഒരൊറ്റ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് വായിക്കുന്നത്, അതിനപ്പം തന്നെ നിന്ദിക്കാൻ ആളുണ്ടായി, ആ പ്രാർത്ഥനയെ നിന്ദിക്കാൻ ആളുണ്ടായി. ഏലി നോക്കിയിട്ട് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്ന സ്ത്രീയാണ്, മത്തിറങ്ങട്ടെ. അവൾ പറഞ്ഞു, യജമാനനെ, ഞാനൊരു നീച സ്ത്രീയല്ല, നിന്ദിക്കപ്പെട്ട് കിടക്കുന്നൊരു സ്ത്രീയാണ്. എൻ്റെ വീട്ടിൽ നിന്ന അനുഭവിച്ച ഞാൻ ഇവിടെ വന്നത്, ഇവിടെയും എന്നെ നിന്ദിക്കുന്ന അനുഭവമാണെങ്കിൽ എനിക്കിനി പറയാനൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞതാണ്. എന്നെ നിന്ദിക്കുന്നവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വായിച്ചേ. ഇങ്ങനെയുള്ള യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു.
ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. 2:30 മണിക്ക് എത്ര പേർക്ക് യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകരാനുണ്ട്? അടുത്ത വാക്യം. അടിയനെ ഒരു നീച സ്ത്രീയെ വിചാരിക്കരുതേ. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഇതാണ്, മകളെ, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് തരുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ ഈ ആലയത്തിലെ ശുശ്രൂഷൻ എന്നുള്ള നിലയ്ക്ക്, ഇവിടുത്തെ പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക്, ഇവിടുത്തെ പാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, മകളെ, മകനെ, നീ പൊയ്ക്കൊള്ളുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ യഹോവയായ ദൈവം നിനക്ക് തരുമാറാകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നീ വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, നിന്നെ നിന്ദിക്കുന്ന അനുഭവങ്ങളൊരു മാറ്റം, നിന്റെ പ്രയാസത്തിനൊരു വിടുതല്, നിന്റെ പ്രതികൂലത്തിനൊരു വിടുതല് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമാറാകട്ടെ. അടുത്ത വാക്യം. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചില്ല. ഈ അരുളപ്പാട് കിട്ടിയപ്പോൾ അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ അവളുടെ മുഖം ഈ 2:30 മണിക്ക് ഭക്ഷണം കഴിക്കണ്ട കേട്ടോ, 21 ഉപവാസം ഭക്ഷണം കഴിക്കല്ലേ, ചെന്ന് വാട്ടം മാറിപ്പോകാൻ പറ്റുമോ? ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, ദൈവം ചിലത് ചെയ്യാൻ പോകുക. ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. യേശു ചിലത് ചെയ്യാൻ പോകുകയാണ്. വാട്ടം മാറട്ടെ, മുഖത്തിന്റെ വാട്ടം മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ മുഖങ്ങളുടെ വാട്ടം ഇപ്പോൾ മാറട്ടെ. ഉടബല ഹതുര ജപന ദഗര ഗടബ രഗത ജനബല കടകല കണ്ടുല ബൗദ്ധക ജഗനക രഗതക രന്തര പരപര കർത്തര ബൗഡക ശകട ചരബൽ കൗടക രഗട ചരമാരാധ അർമ്മ രൗദേ ജാനക രഗത ജനമ രഗത ജനബല മന്ദ രത്തര കട്ടേ രത്തര ഭാര അൽവ കർത്താവേ, മാറ്റം, മുഖത്തിന് വാട്ടുന്ന വിഷയങ്ങൾക്ക്, നിന്ദിക്കുന്ന വിഷയങ്ങൾക്ക്, ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക്, കഷ്ടത്തിന്റെ വിഷയങ്ങൾക്ക്, വേദനയുടെ വിഷയങ്ങൾക്ക് വലിയ മാറ്റം വരുത്തണമേ. ആമേൻ. ഇപ്പോൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്നോട് ദൈവം സംസാരിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ സമാധാനത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ മാത്രം എഴുന്നേക്ക്, അല്ലാത്തവരോട് ഇരുന്നു. നിങ്ങളൊന്നും മടി വിചാരിക്കല്ല കേട്ടോ, ഇരിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കണം. നിങ്ങളോട് ദൈവം സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ എഴുന്നേക്കരുത്, നിങ്ങളോട് ഇരുന്നാലും മതി. എന്നാൽ ദൈവം സംസാരിച്ചെങ്കിൽ എഴുന്നേൽക്ക്. പ്രൈസ് ഗോഡ്. തമ്പിച്ചായ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇതോടെ സകല വാട്ടവും മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി ഞങ്ങളുടെ വാഴ്ചപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഉപവാസത്തിലോടുകൂടി 2-ാം ദിവസവും നിന്റെ പാദപീഠം അണയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ സന്നിധിയിൽ വന്നത് അനുഗ്രഹമായെന്ന് പറയുവാൻ തക്കവണ്ണം, സമാധാനത്തോടെ പോകുവാൻ തക്കവണ്ണം വചനം കൊണ്ട് ഞങ്ങളെ നീ ബലപ്പെടുത്തിയതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഭാരത്തോടെ കടന്നു വന്നുവെങ്കിൽ, നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും മുമ്പിൽ കർത്താവെ കഴിഞ്ഞ നാളുകളിൽ വ്യസനത്തോടെ ആയിരുന്നുവെങ്കിൽ ഇന്ന് വചനത്താൽ ബലപ്പെട്ടു പോകുവാൻ, കർത്താവെ വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവിന്റെ ദിവ്യമായ വചനം ഉൾക്കൊണ്ട് അതിന്റെ ശക്തി ഉൾക്കൊണ്ട് മടങ്ങിപ്പോകുവാൻ ഒരവസരം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഭവനത്തിൽ മടങ്ങി ചെല്ലുമ്പോൾ ചില അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം വിശ്വാസത്താൽ ഏറ്റെടുത്തവർക്ക് ഇന്ന് പകൽക്കാലം ചില വ്യത്യാസങ്ങൾ താവേ വിടുതൽ കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ വചനം ബലപ്പെടുത്തുന്നതും ആശ്വാസം തരുന്നതും വിടുവിക്കുന്നതും സമാധാനം തരുന്നതുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇന്നൊരിക്കൽ കൂടി ഇത് അനുഭവിച്ചറിയുവാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായി, ഭാഗ്യത്തിനായി ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, കൂട്ടിക്കൊണ്ടുവന്നെല്ലാം നിന്റെ മക്കളെയും നീ അനുഗ്രഹിക്കുമാറാകണം. മടങ്ങിപ്പോകുമ്പോൾ ഈ ബലത്തോടെ പോകുവാൻ, ഈ ശക്തിയോടെ പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നും കടന്നു വന്ന് നിന്റെ സന്നിധിയിലായിരിക്കാൻ, ഉപവാസത്തോടെ നിന്റെ സന്നിധിയിലായിരിക്കാൻ
കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അത് നീ നീതിയായി കണക്കിട്ട് ഒരു വിടുതലും അനുഗ്രഹവും നൽകി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. വചനം വിഭായിപ്പാൻ നിന്റെ ഭൃത്യനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. തുടർന്നും ആത്മനിറവിൽ നിന്നുകൊണ്ട് ജനത്തോട് സംസാരിപ്പാൻ കൃപ നൽകണം. പിരിയുമ്പോൾ പിരിയാത്ത സാന്നിധ്യം കൂടിയിരിക്കണം. രാത്രിയിലത്തെ ശുശ്രൂഷയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണം. ജനത്തെ കൂട്ടിവരുത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. എല്ലാവർക്കും ഇരിക്കാം. ഞാൻ ഒരു കാര്യം പറയാം.